ഭാഗവതം നമ്മൾ 106-ാമത്തെ ക്ലാസ്സാണ്. അതിലെ 5-ാമത്തെ സ്കന്ധത്തിലെ 14-ാമത്തെ അധ്യായമായിട്ട് ഭവാടവി എന്നതിൻ്റെ വ്യാഖ്യാനമാണ്. യഥാർത്ഥത്തിൽ നമ്മൾ എങ്ങനെയാണ് സാധാരണ മനുഷ്യരെല്ലാം ജീവിക്കുന്നത് എന്നാണ് പറയുന്നത്. നമ്മളെല്ലാം ഭൗതികവാദികളാണ്. ആത്മീയവാദം എന്ന് പറഞ്ഞാൽ ഇതെന്നല്ല, ഇത് പറയാൻ പോകുന്നതെല്ലാം വിട്ടാലേ ആത്മീയമാവുള്ളൂ. അപ്പം നമ്മളിന്ന് ജീവിക്കുന്ന ഒരുമാതിരി അജ്ഞതയില് ഭൗതിക ലോകത്തിൽ മായക്കടിമപ്പെട്ടുകൊണ്ട് ജീവിക്കുകയാണ്. എങ്ങനെയല്ലാണ് നമ്മൾ ജീവിക്കുന്നത്? അതായത് നമ്മൾ പറയുന്ന എല്ലാം നമ്മളെ ജീവിതവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. നമ്മളെല്ലാം ഇങ്ങനെയല്ലാണ് ജീവിച്ചു പോകുന്നത്. അത് വെട്ടിത്തുറന്ന് പറഞ്ഞു തരികയാണ്. അപ്പം നമുക്ക് എന്താണ് പറയുന്നത് നോക്കാം. അപ്പം ശുഗനാണ് പറയുന്ന ഒന്നിന്, തന്നെ ശരീരമായി കാണുന്ന അജ്ഞാനി ആദ്യം തന്നെ അതിൽ നിന്നാണ് പോകുന്നത്. നമ്മളെല്ലാം ഞാൻ എന്നത് ഈ ശരീരമായിട്ടാണ് കാണുന്നത്. അതിൽ ആർക്കും സംശയമില്ല, ഞാൻ ഈ ശരീരമായിട്ട് കാണരുത്. പക്ഷെ തന്നെ ശരീരമായി കാണുന്ന അജ്ഞാനി സത്വരജോ ഗുണങ്ങളുടെ അടിസ്ഥാനത്തിൽ, അപ്പം നമ്മൾ ശരീരമായി കാണുമ്പം നമ്മൾ ഈ ശരീരത്തിന് വേണ്ടിയിട്ട് ഫലം നേടാൻ വേണ്ടിയിട്ട് കർമ്മങ്ങൾ ചെയ്യുക. അപ്പം കർമ്മങ്ങൾ ചെയ്യുന്ന ഈ ലോകത്തിൽ കർമ്മം ചെയ്യുന്ന 3ആയിട്ട് തിരിച്ചിട്ടുണ്ട്: സത്വഗുണം, രജോ ഗുണം, തമോ ഗുണം. ചിലവർ ഇന്നത്തെ അവസ്ഥയിൽ തന്നെ അങ്ങ് തുടർന്നാൽ മതി എന്ന് ചിന്തിക്കും. അത് ന്യൂട്ടന്റെ ഫസ്റ്റ് ലോ, സത്വഗുണം. ചിലവർ വിചാരിക്കും ഇത് പോരെ, ഇതിനെക്കുറിച്ച് കടന്നിട്ട് അപ്പം ഫലം പ്രയോഗിക്കണം, ഉറങ്ങി തിരിച്ചങ്ങ് പോകണം. അത് രജോ ഗുണം, ന്യൂട്ടന്റെ സെക്കൻഡ് ലോ. ചിലവർ വിചാരിക്കും വേണ്ട, ഇനിയെല്ലാം നമുക്ക് തിരിച്ചിട്ട് പഴയതിലേക്ക് പോകാം. അത് തമോ ഗുണം. അത് റിയാക്ഷൻ, പ്രോഗ്രസിന് എതിരായിട്ടുള്ളത്. അത് തമോ ഗുണം. അപ്പം ഇതിലേതെങ്കിലും എല്ലാം പെട്ടിട്ടുകൊണ്ടാണ് നമ്മൾ കർമ്മങ്ങൾ ചെയ്യുന്നത്. അപ്പം കർമ്മങ്ങൾ എങ്ങനെയായിരിക്കും? പാപപുണ്യ കർമ്മങ്ങളാൽ വിരചിതമായ നാനാ ശരീരത്തോടു കൂടി. അപ്പം നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങൾ ഒന്നിക്ക് പാപമാകും, അല്ലെങ്കിൽ പുണ്യമാകും, ഏതെങ്കിലും ആകാം. ആ കർമ്മങ്ങളിൽ വിരാജിതമായിട്ട് നാനാ ശരീരത്തോടുകൂടി നമ്മൾ കർമ്മം ചെയ്യുന്ന ഏതാണ്? നമ്മളെ പോലത്തെ ഉള്ള മറ്റുള്ള ജീവികളുമായിട്ട് ബന്ധപ്പെട്ടാണ്. അപ്പം നാനാ ശരീരത്തോടു കൂടി സംയോജിക്കുകയോ വിയോജിക്കുകയോ. പ്ലസ് നമ്മൾ സമൂഹ ജീവിയായതുകൊണ്ട് നമ്മൾ കർമ്മം ചെയ്യേണ്ടി ഒന്നിക്ക് ചിലവരോട് കൂടണം, അല്ലെങ്കിൽ ചിലവരോട് എതിർത്ത് നിൽക്കണം. രാഷ്ട്രീയത്തിൽ ചിലവരോട് കൂടും, ചിലവരോട് എതിർത്ത് നിൽക്കും. അപ്പം സംയോജിക്കുകയോ വിയോജിക്കുകയോ നിമിത്തം 6 ഇന്ദ്രിയങ്ങളാൽ, നമ്മൾ 6 ഇന്ദ്രിയങ്ങൾ എന്ന് പറഞ്ഞാൽ കാണുകയും കേൾക്കുകയും ചെയ്യുന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഈ കർമ്മം ചെയ്യുക. ഒരു മനസ്സും കൂടി ചേർന്നുകൊണ്ട് സകല നിയന്താവായ വിഷ്ണുവിൻ്റെ മായയിലകപ്പെട്ട്, ഇതെല്ലാം ഒരു മായാലോകം സൃഷ്ടിച്ചിട്ടാണ് ഭൗതിക ലോകം മുന്നോട്ട് പോകുന്നത്. അത് ഈശ്വരൻ തന്നെയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. മനുഷ്യരെല്ലാം മായയിൽ അകപ്പെട്ട് ഇങ്ങനെ പോകട്ടെ എന്ന് തീരുമാനിച്ച് തന്നെ ഉണ്ടാക്കിയതാണ്. അതിനൊന്നും കുറ്റം പറയാനൊന്നും പറ്റൂല. ഈശ്വരൻ തന്നെയാണ് ഇങ്ങനെ ഒരു സിസ്റ്റം ഉണ്ടാക്കി വെച്ചിട്ട് എല്ലാവരും ഞാനെന്നൊരു ചിന്ത ഉണ്ടാക്കിയിട്ട് അതിനു വേണ്ടിയിട്ട് അവ ഓടി അടക്കുകയാണ്. ഈ ജനത, അങ്ങനെയുള്ള ജനങ്ങൾ ധനക്കൊതിയുള്ള വ്യാപാരി സംഘം പോലെയാണ്. നമ്മളെല്ലാം വ്യാപാരി, കച്ചവടം, പണം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള പലതും നേടാനുള്ള വ്യാപാരി സംഘങ്ങളെ പോലെയാണ് നമ്മൾ പ്രവർത്തിക്കുന്നത്. കച്ചവടക്കാരെ പോലെയാണ് എല്ലാവരും പ്രവർത്തിക്കുന്നത്. അവരെന്തെങ്കിലും നേടണം എന്ന് പറഞ്ഞു. എന്നിട്ടോ സ്വശരീരത്തിൽ സമ്പാദിച്ച കർമ്മങ്ങളുടെ ഫലം അനുഭവിച്ച് അങ്ങനെ എന്തെല്ലോ നേടാൻ വേണ്ടിയിട്ട് കർമ്മങ്ങൾ പലതും ചെയ്ത് നടക്കുമ്പോൾ ചുടുകാട്ട് പോലെയുള്ള സംസാര കൊടുങ്കാട്ടിൽ, അപ്പോൾ അവൻ ചുടുകാട് പോലെയുള്ള സംസാര കൊടുങ്കാറ്റ്. ഇപ്പം ഇവിടെ സംസാരം എന്നത് ഒരു കൊടുങ്കാടായിട്ടാണ് ചിത്രീകരിക്കുന്നത്. അങ്ങനെ നമ്മൾ അജ്ഞാതമായ ഒരു കൊടുങ്കാട്ടിലാണ് അകപ്പെടാൻ പോകുന്നത്. ഈ കച്ചവട മനസ്ഥിതിയായിട്ട് നമ്മൾ ഇറങ്ങുമ്പോൾ അതിൻ്റെ ഫലം എന്തായിരിക്കും? നിഷ്ഫലവും വിഘ്ന ഭൂയിഷ്ഠവുമായ കർമ്മങ്ങളിൽ ഏർപ്പെട്ട് ഈ ചെയ്യുന്ന കർമ്മങ്ങളെ കൊണ്ട് ഒരു ഗുണവും കിട്ടാൻ പോകുന്നില്ല. അതിലേർപ്പെട്ട് അതിൽ
അതിൽ ശമനം വരുത്തുന്ന, അതിൽ നിന്ന് രക്ഷപ്പെടാൻ സഹായിക്കുന്നത് എന്താണ്? ശ്രീഹരിയുടെ ഭാഗവത പരമഹംസന്മാരുടെ മാർഗത്തെ ആശ്രയിക്കുന്നില്ല. ഇങ്ങനെ കാട്ടിൽ അകപ്പെട്ടിട്ട് നിഷ്ഫലമായ കർമ്മങ്ങൾ ചെയ്യുന്ന മനുഷ്യരൊരിക്കലും ആത്മീയ കാര്യങ്ങൾക്ക് അല്ലെ ശ്രീഹരിയുടെ ഭാഗവത പാരായണം അല്ലെ പരമഹംസ മാർഗത്തെ ആശ്രയിക്കുന്നില്ല. അതായത് ഈ നാട്ടിലെ എല്ലാവരും തന്നെ ഭൗതിക ലോകത്തിൽ അങ്ങനെ കറങ്ങിയടിച്ച് നടക്കുകയാണ്. ഈ സംസാര കൊടുങ്കാട്ടിൽ ഷഡീന്ദ്രിയങ്ങളുടെ പ്രവൃത്തിയാൽ അവർ കള്ളന്മാർക്ക് സമാനമാണ്. അങ്ങനെ പ്രവർത്തിക്കുന്നവര് കള്ളന്മാർക്ക് സമാനമാണ്. കള്ളന്മാരുടെ പരിപാടി എന്താണ്? മറ്റുള്ളവൻ്റെത് നമ്മളെ കൈക്കിൽ എത്തണം. ഈ കച്ചവടക്കാരുടെ ഉദ്ദേശം എന്താണ്? അവൻ്റെ പൈസ എങ്ങനെയെങ്കിലും എൻ്റെ കീശയിൽ എത്തണം. നമ്മളെല്ലാം തന്നെ എന്തിനു വേണ്ടിയാണ്? പൈസ, ഏതെങ്കിലും പൈസ നമുക്ക് കിട്ടണം. ഈ പണം ഉണ്ടാക്കുക എന്ന് പറയുന്നത് എല്ലാ മനുഷ്യരിലും ഉണ്ട്. അത് കള്ളന്മാരുടെ സ്വഭാവം. കള്ളന്മാരും ചെയ്യുന്നത് എന്തെന്നാണ്? മറ്റുള്ളവൻ്റെ പൈസ അടിച്ചെടുക്കുന്നു. ഇപ്പം നമ്മൾ അധ്വാനിച്ചിട്ട് പണം ഉണ്ടാക്കുന്നു എന്ന് പറയുന്നതും, നമ്മളിപ്പോൾ ഒരു കുറേ പൈസ കച്ചവടം ചെയ്തിട്ട് ലാഭം ഉണ്ടാക്കി എന്ന് വെച്ചു, ഒരു കോടിക്കണക്കിന് റുപ്യ ലാഭം ഉണ്ടാക്കിയാൽ ഈ പണമെല്ലാം വേറെ ഏതോ ആളെടുത്തുനിന്ന് പോയതാണ് നമ്മൾ എടുത്തെത്തുന്നത്. അല്ലാതെ അവരെല്ലാം പുതിയ നോട്ടടിച്ചിട്ട് നമുക്ക് തരികയല്ല. അവരുടെ കൈമേലുള്ള സാധനം നമ്മളെ കൈമേൽ പൈസ. ഞാനൊരു 10 റുപ്യ ലാഭം ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അത് ഈ സമൂഹത്തിൽ നിന്ന് ആരിൽ നിന്നാണോ ലാഭം ഉണ്ടാക്കിയ അയാളുടെ 10 റുപ്യ പോയിട്ടുണ്ട്. കള്ളന്മാരും ചെയ്യുന്നത് എന്താണ്? വേറെ ആളെടുത്തത് പൈസ, വേറെ വല്ല പൈസ എടുക്കുന്നത്. നമ്മൾ ചെയ്യുന്നത് എന്താണ്? നമ്മൾ ലാഭം അഴിച്ചിട്ട് ഒരു ബിസിനസ് നടക്കുകയാണെങ്കിൽ ആ പൈസ നമ്മളെടുത്ത് വരുമ്പോൾ മറ്റൊരുത്തൻ്റെ കയ്യിൽ നിന്നത് പോവുകയാണ്. അതുകൊണ്ടാണ് എന്ത് സംഭവിക്കുന്നത്? ലോകത്തിൽ പണമുള്ളവനും ഇല്ലാത്തവനും തമ്മിലുള്ള അന്തരം അങ്ങനെ കൂടിപ്പോവുകയാണ്. അന്തരം, ഉള്ളവനും ഇല്ലാത്തവനും തമ്മിലുള്ള അന്തരം കൂടുന്നത് എന്താണ്? ഒരുത്തൻ 10 റുപ്യ ഉണ്ടാക്കിയാണെങ്കിൽ വേറൊരു ഭാഗത്തുനിന്ന് അവന് 10 റുപ്യ നഷ്ടപ്പെട്ടിട്ടുണ്ട്. അപ്പൊ ഇത് കള്ളത്തരം തന്നെയാണ്. ഒരു തരത്തിലുള്ള കള്ളന്മാര് തന്നെയാണ്. ഈ ചിന്താഗതി മാറ്റണം. അതാണ് വസുദേവ കുടുംബം ഉദ്ദേശിക്കുന്നത്. വസുദേവ കുടുംബത്തിൽ ഒരു കുടുംബത്തിലെ ആൾക്കാർ തമ്മിൽ അങ്ങനെയൊന്നുമില്ല. ഒരു ഭക്ഷണം ഉണ്ടെങ്കിൽ വീതിക്കുമ്പോൾ ഇവന് കൊടുക്കണ്ട, ഇതാക്കും, അങ്ങനെയൊന്നും ഉണ്ടാവില്ല. കുട്ടികളെയെല്ലാം ഇപ്പം കാണിക്കുകയും ഒരു കുടുംബത്തിൽ അങ്ങനെ ഒരു കച്ചവട മനസ്ഥിതിയില്ല. അപ്പൊ ഈ ദുഷിച്ച സമൂഹത്തെയാണ് കൃഷ്ണൻ ഒരു മഹാഭാരത യുദ്ധത്തിലൂടെ, അല്ലെ 3-ാം ലോക മഹായുദ്ധം തന്നെ ചിന്തിച്ചു, ഒരു സുന്ദരമായ വസുദേവ കുടുംബം, ലോകം മുഴുവൻ ഒരു കുടുംബമായി ആവുമ്പോൾ ആരെയും അവരവരുടെ കർമ്മം ചെയ്തു പോകും, കിട്ടുന്നത് കൊണ്ട് ജീവിക്കും, ഒരു കുടുംബത്തിലെ പോലെ. എല്ലാത്തതില് ഇന്നത്തെ അവസ്ഥയിൽ നമ്മൾ കള്ളന്മാര് തന്നെയാണ്. മറ്റവൻ്റെ പണം എങ്ങനെയെങ്കിലും എൻ്റെ കീശയിൽ കാണും. അത് കച്ചവടത്തിലൂടെ ആയിട്ട് നമ്മൾ മറ്റവരും രാത്രി ഇറങ്ങിയിട്ട് മോഷ്ടിച്ചിട്ട് എടുക്കുന്നത് എല്ലാം വേറെ വ്യത്യാസമൊന്നുമില്ല. പണം ഒരു കക്ഷികളുടെ കൈമേൽ വന്നു ചേരാനുള്ള ആഗ്രഹം. എന്നിട്ട് 2-ൽ പറയുന്നത് എന്തുകൊണ്ടെന്നാൽ കഷ്ടപ്പെട്ട് നടക്കുന്ന മനുഷ്യന്റെ സമ്പത്ത്, മനുഷ്യൻ കഷ്ടപ്പെട്ടിട്ട് സമ്പത്ത് ഉണ്ടാക്കുന്നത് എന്തിനു വേണ്ടിയാണ്? ധർമ്മത്തിന് പ്രയോജനപ്പെടുത്താൻ വേണ്ടിയാണ്. നമ്മൾ എന്തെങ്കിലും പണം നേടിക്കഴിഞ്ഞാൽ അത് ധർമ്മത്തിൻ്റെ നിലയിലാണത് പ്രയോജനപ്പെടുത്തേണ്ടത്. അതുതന്നെ സർവേശ്വരൻ്റെ ആരാധന. സർവേശ്വരന് വേണ്ടിയിട്ടാണ്. നമ്മൾ എന്ത് കിട്ടിയാലും അത് നമുക്കല്ല, സർവേശ്വരന് വേണ്ടിയിട്ടാണ് എന്നുള്ള നിലയിൽ ധനത്തെ കാണുന്നത്. നമ്മൾ കർമ്മം ചെയ്യുന്നത് സർവേശ്വരന് വേണ്ടിയാണ്. ആ കർമ്മം കൊണ്ട് എന്തെങ്കിലും ഗുണം കിട്ടുന്നുണ്ടെങ്കിൽ സർവേശ്വരൻ എടുക്കട്ടെ. സർവേശ്വരൻ അത് എല്ലാവർക്കും വിധിച്ചോളൂ, എല്ലാവർക്കും തന്നെ. അതായത് നമുക്കായിട്ട് എടുക്കാതെ നമ്മൾ കർമ്മം ചെയ്യുക, കിട്ടുന്ന ഫലം എല്ലാവരും ഉപയോഗിക്കുക.
അത് പരലോകത്തിലെ നല്ലൊരു ലോകത്തിലേക്കുള്ള മാർഗം തന്നെയാണ്. അത്തരത്തിലുള്ള സമ്പത്തിനെ അങ്ങനെ ഉപയോഗിക്കേണ്ടതാണ് ഈ സമ്പത്ത്. ലോകത്തിലുള്ള സമ്പത്ത് ഈശ്വരൻ്റേതാണ്, ഈ പ്രകൃതിയുടേതാണ്, ഈ പ്രകൃതിയിൽ ജീവിച്ച എല്ലാവർക്കും വേണ്ടിയുള്ളതാണ്. അങ്ങനെയുള്ള സ്വത്തിനെ കാണുക, തൊടുക, കേൾക്കുക, രുചിക്കുക, മണക്കുക, സങ്കൽപ്പിക്കുക എന്നീ വ്യാപാരങ്ങൾ മൂലം കച്ചവടം നടത്തിയിട്ട് ഇതെല്ലാം ഉപയോഗിച്ച് കണ്ടോ കേട്ടോ എല്ലാം അവൻ്റെ അടുത്ത് കുറേ പൈസയുണ്ട്, എങ്ങനെയും അതിൻ്റെ അടുത്ത് മാറ്റാൻ എന്തെങ്കിലും വഴികൾ ഉപയോഗിച്ച് വ്യാപാരങ്ങൾ മൂലം ഗാർഹികമായ കുൽസിത സുഖങ്ങൾ നേടാനായി, നമ്മുടെ വ്യക്തിപരമായ സുഖം നേടാനായി നമ്മൾ വ്യാപാരത്തിലൂടെ നേടുന്നത് നേതാവില്ലാത്ത ജനങ്ങളുടെ സമ്പത്ത് കൈയടക്കുന്നത് പോലെയാണ്. അപ്പം വ്യാപാരത്തിലൂടെ, സാംസ്കാരികമായ വ്യാപാരത്തിലൂടെ പണം നമ്മുടെ സുഖത്തിന് വേണ്ടി നേടിയെടുക്കുന്നത് കള്ളന്മാര് ആ രാജ്യത്തെ ജനങ്ങളെ ഒന്നും സംരക്ഷിക്കാനില്ലെങ്കിൽ കള്ളന്മാർ ജനങ്ങളുടെ പൈസയെല്ലാം അടിച്ചുകൊണ്ട് പോകുന്നതിന് സമാനമാണ്. എന്നിട്ട് 3 പറയുന്നു, കുടുംബത്തോട് ബന്ധപ്പെട്ട ഭാര്യ, മക്കൾ എന്നിവർ പ്രവൃത്തികൾ കൊണ്ട് ചെന്നായ്ക്കളും, നമ്മളെ കുടുംബത്തിലുള്ളവര് അങ്ങനെ നമ്മൾ കള്ളന്മാരാകുമ്പോൾ നമ്മുടെ ഭാര്യ, മക്കളും എല്ലാം തന്നെ എന്തായി മാറുകയാണ്? പ്രവൃത്തി കൊണ്ട് ചെന്നായ്ക്കളും കുറുനരികളും തന്നെ. ആരെങ്കിലും പൈസ ഉണ്ടാക്കി തരും, അവര് വീട്ടിലിരുന്ന് സുഖിക്കും. പറഞ്ഞുകൊണ്ടുവരുന്ന എന്തെല്ലാം വിഷയങ്ങളാണ് എന്ന് ചിന്തിച്ചു നോക്കും. അവര് ഭാര്യ മക്കളെല്ലാം ചെന്നായ്ക്കളും കുറുനരകൾക്ക് സമാനമാണ്. കാരണം ഇങ്ങനെ പണം ഉണ്ടാക്കി കൊണ്ടുവരുമ്പോൾ വീട്ടിലുള്ളവർക്ക്, സ്വന്തക്കാർക്ക് വേണ്ടിയിട്ട് ഇവരെന്തിനു വേണ്ടിയിട്ടാണ് ഇതെല്ലാം ഉണ്ടാക്കുന്നത്? കൂട്ടുന്നത് ഭാര്യക്കും മക്കൾക്കും. അപ്പൊ അവരും ചെന്നായ്ക്കളും കുറുനര. നമ്മളും തന്നെ മൃഗങ്ങളെ പോലെ എവിടെ നിന്നെല്ലാം എടുത്തു. മൃഗങ്ങളുമായിട്ട്, കാട്ടിലെ മൃഗങ്ങളുമായിട്ട് താരതമ്യപ്പെടുകയാണ്. മൃഗങ്ങൾക്കും എവിടെയെങ്കിലും പോയി വല്ലതിനെ പിടിച്ചു കെട്ടിയിട്ട് ഇങ്ങോട്ട് വരും, മുന്നേ ഭാര്യയ്ക്കും മക്കൾക്കും. അതിന് സമാനമാണ് മനുഷ്യരും, ഭൗതിക ലോകത്തിൽ ജീവിക്കുന്നവർ. അവർ കൊടുക്കുവാൻ ഇച്ഛിക്കാത്ത പിശുക്കനായ കുടുംബിയുടെ ആട്ടിൻകുട്ടിയെ പോലെ സംഭരിച്ചു വെച്ച ധനത്തെ അവർ നോക്കി നിൽക്കെ കയ്യടക്കും. അപ്പൊ ഇവരെന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാല്, സമ്പത്ത് ആരെയും കൈമേലുണ്ടെങ്കിൽ എങ്ങനെയും അതെല്ലാം തട്ടിയെടുക്കാൻ ശ്രമിക്കും. എങ്ങനെ മറ്റവല്ല, അത് തന്നെയാണല്ലോ നമ്മളെ ജനങ്ങളില്. നമ്മളിപ്പോൾ ഒരു വ്യവസായത്തിൽ ഒരു കട തുടങ്ങുന്നുണ്ടെങ്കിൽ എവിടെയാ പോയി തുടങ്ങുക? എവന്റെ കൈമേലാണ്, ഏത് നാട്ടിലാണ് കുറച്ച് പൈസ കൂടുതലുള്ള അവിടെ കൊണ്ടുപോയിട്ട് തുടങ്ങും. അവിടെയേ തുടങ്ങുള്ളൂ. അല്ലാതെ ദരിദ്രന്മാരായ ഒരു സ്ഥലത്തിൽ പോയിട്ട് 5 സ്റ്റാർ ഹോട്ടലെല്ലാം തുടങ്ങുമോ? ഇല്ല. 5 സ്റ്റാർ ഹോട്ടലിൽ തുടങ്ങുന്ന എവിടെയെല്ലാണ് വല്ല ടെക്നോ പാർക്കുമാരും വല്ലവന്റെ കൈമേലോ അങ്ങനെ കെട്ടിക്കിടക്കുന്നുണ്ടെങ്കിൽ അവിടെ പോയിട്ട് 5 സ്റ്റാർ ഹോട്ടലെല്ലാം തുടങ്ങി ഏതെല്ലാം തരത്തിൽ പൈസ അടിച്ചു മാറ്റാം, അതാണ് നോക്കുന്നത്. എൻ്റെ 4 കൊല്ലം തോറും ഉഴുതു മറിച്ചാലും നമ്മളെ വർഷാവർഷം പറമ്പെല്ലാം കിടക്കും. എന്തിന്? ചെടി നടാൻ വേണ്ടിയിട്ട്, നെല്ല് നടാൻ വേണ്ടിയിട്ട്. എന്നാലും കളവിത്തുകൾ നശിക്കില്ല, അതിൻ്റെ അകത്തുള്ള പുല്ല് നശിക്കില്ല. എത്ര ഉഴുതു മറന്നു കഴിഞ്ഞാലും അവ വീണ്ടും വിളവ് ഇറക്കുമ്പോൾ പിന്നെയും ചെടി നടുമ്പോൾ അതിൻ്റെ ഇടക്കുന്ന പുല്ലുകളായിട്ടും വള്ളിച്ചെടികളായിട്ടും കാട് കെട്ടിക്കിടക്കുന്നത് പോലെ വളരും. അപ്രകാരം തന്നെ വിളവ് നടന്ന സ്ഥലത്ത് നമ്മൾ പുല്ലെല്ലാം പിടിച്ച് കളയും, എൻ്റെ നെല്ല് അടുത്ത ഉഴുത് മറച്ച് എല്ലാം ശരിയാക്കെങ്കിലും ഇത് പിന്നെയും കയറി വരും. അതുപോലെ കുടുംബജീവിതം എന്ന കർമ്മക്ഷേത്രത്തിൽ, ഗൃഹസ്ഥാശ്രമത്തിൽ വെച്ച് കർമ്മങ്ങൾ വേറിട്ടു പോകുകയില്ല. ഇപ്പൊ ഈ ഗൃഹസ്ഥാശ്രമ ജീവിതം സ്വീകരിക്കുന്നവനെ സംബന്ധിച്ചിടത്തോളം ഈ കർമ്മത്തിൽ നിന്ന് മാറാൻ പറ്റില്ല. ഗൃഹസ്ഥാശ്രമ ധർമ്മം സ്വീകരിക്കുമ്പോൾ ഞാനുണ്ട്,
എൻ്റെ ഭാര്യയുണ്ട്, ഞാനാണ് ഈ ശരീരം, അവർക്ക് വേണ്ടി വല്ലതും ഉണ്ടാക്കണം, മറ്റേതാണ് അടുത്ത വീട്ടുകാരൻ അന്യനാണ്. അതുകൊണ്ട് ഈ കർമ്മങ്ങൾ വേറിട്ട് പോവില്ല. കർമ്മം ചെയ്തേ പറ്റൂ. കർമ്മങ്ങൾ ചെയ്യാൻ വേണ്ടിയാണ് മനുഷ്യനുണ്ടായിരിക്കുന്നത്. ആ കർമ്മം ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഗൃഹസ്ഥാശ്രമം. കുടുംബമായി പോയി കഴിഞ്ഞാൽ ഗൃഹസ്ഥാശ്രമമായി. അപ്പൊ അതിൽ നിന്ന് മുക്തം നേടേണ്ടത് കുടുംബത്തെ വിട്ടിട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ അങ്ങനത്തെ ചിന്തയൊന്നും ഉണ്ടാവില്ല. കുടുംബമാകുമ്പോൾ ഈ കർമ്മങ്ങൾ അതിൻ്റെ കൂടെ വരും. ഒരു പെണ്ണ് കെട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ എങ്ങനെയെങ്കിലും പൈസ ഉണ്ടാക്കണ്ടേ? പിന്നെ ചിലവർ മോഷ്ടിക്കാൻ നടക്കുന്നുണ്ട്. കുടുംബം പറ്റാതെ കർമ്മം വേറിട്ട് പോകില്ല. ഈ പുല്ലുമാതിരി ഈ കർമ്മ അതിൻ്റെ അടുത്ത് കയറി വന്നുകൊണ്ടിരിക്കും. കാരണം ഈ ആശ്രമം, അതായത് ഗൃഹസ്ഥാശ്രമം, കാമങ്ങളുടെ സൂക്ഷിപ്പ് കേന്ദ്രമാകുന്നു. കാമങ്ങൾ, അവിടെ നിന്ന് കാമം തുടങ്ങും. ഗൃഹസ്ഥാശ്രമത്തിലേക്ക് കടക്കുമ്പോൾ ബ്രഹ്മചര്യം കഴിഞ്ഞിട്ട് ഗൃഹസ്ഥാശ്രമം പഠിച്ചെല്ലാം കഴിഞ്ഞിട്ട് ഗൃഹസ്ഥാശ്രമത്തിലേക്ക് വരുമ്പോൾ ഭാര്യനെ അല്ലെങ്കിൽ കല്യാണം കഴിച്ചിട്ട് പിന്നെ കാമവും കയറി കണ്ണും പോകും. ഇനി 5 ഈ ഗൃഹസ്ഥാശ്രമി ഈച്ച, കൊതുക് മുതലായവയെ പോലെ താണ നിലയിലുള്ളവനാണെങ്കിലും, ഈ ഗൃഹസ്ഥാശ്രമി എന്ന് പറഞ്ഞാൽ സമൂഹത്തിൽ ഒരു താണ നിലയിലുള്ളവനാണെങ്കിലും അവനും മനുഷ്യ, പറവകൾ, മൃഗങ്ങൾ, കള്ളന്മാർ, എലികൾ മുതലാവയാൽ ബാധയേൽപ്പിക്കപ്പെടുന്ന ധനസമ്പത്തിനാൽ വട്ടം കറങ്ങുന്നു. എത്ര ദരിദ്രനാണെങ്കിൽ പോലും അവര് മറ്റുള്ള മനുഷ്യരും മറ്റുള്ള പറവകളും മൃഗങ്ങളും കള്ളന്മാരും എലികളും മൂലാവരാവട്ടെ അവയാൽ ബാധ ഏൽപ്പിക്കപ്പെട്ട് ധനസമ്പത്തിനാൽ വട്ടം കറങ്ങുന്നു. ഇപ്പോൾ ഒരു ദരിദ്രവാസിയാണെന്ന് വെച്ചോളൂ നമ്മളെ വീട്ടിൽ. ഏതായാലും വളരെ പട്ടിണിയെല്ലാം എന്തെല്ലാം ഉണ്ടായിട്ട് നല്ലൊരു ചക്ക ഇന്ന് വളഞ്ഞു കിടന്നിട്ടുണ്ട് എന്ന് വെച്ചോളൂ. ശരി, പിള്ളേർക്കെല്ലാം നോക്കിയിരിക്കും. ചക്ക വളഞ്ഞു വന്നു, നാളെ ചക്കയെങ്കിൽ തിന്നാലോ എന്ന് വെച്ചിട്ട് അവനവിടെ പോകുമ്പോഴേക്ക് വേറെ കള്ളൻ പഠിച്ചുകൊണ്ട് പോയിരിക്കും, അല്ലെങ്കിൽ വല്ല മരപ്പട്ടിയോ ഏതൊക്കെ വല്ല തിന്നുകൊണ്ട് പോയിരിക്കും, അല്ലെങ്കിൽ പറവകൾ അടിച്ചുകൊണ്ട് പോയിരിക്കും. അങ്ങനെ ജീവിതത്തിൽ അവിടെ എന്ത് ചെയ്യാണ്? വട്ടം കറങ്ങുകയാണ്. പിറ്റേന്ന് നല്ല തിന്നാന്ന് വെച്ചാൽ ചിലപ്പോൾ നല്ല ചക്കയെല്ലാം വളഞ്ഞു കിടക്കുന്ന, നാളെയാകുമ്പോൾ നല്ല മൂത്ത് കിടക്കുന്നു വെക്കും. ചിലവർക്ക് അനുഭവം ഉണ്ടാകും. ചിലപ്പോൾ കള്ളന്മാർ പിറ്റേ ദിവസം അടിച്ചു കൊണ്ടുപോയിട്ടുണ്ടാവും, അല്ലെങ്കിൽ മരപ്പൊട്ടി കൊണ്ടുപോയിട്ടുണ്ടാവും, അല്ലെങ്കിൽ പക്ഷി കൊണ്ടുപോയിട്ടുണ്ടാവും. ഇപ്പം പാടുപെട്ട് നട്ടത് മിച്ചം. എത്ര താണ ജീവിയാണെങ്കിലും അവരും എല്ലാം ഇവരുടെ ഈ ജീവജാലങ്ങൾ, അതിന് മനുഷ്യരുമുണ്ട്, എല്ലാം ഫലമായിട്ട് ധനസമ്പാദനത്തിൻ്റെ പേരിൽ വട്ടം കറങ്ങുന്നു. കാരണം കാമം, കർമ്മം, അജ്ഞത എന്നിവയോട് പറ്റിച്ചേർന്ന് നിൽക്കുന്ന മനസ്സ് ഒരിക്കലും ശാശ്വത സുഖത്തിൽ കാരണമാകുന്ന മർത്യലോകത്തെ സത്യമെന്ന് മിഥ്യാബോധത്തിലൂടെ കണ്ടുകൊണ്ടിരിക്കുന്നു. ഇതിനുള്ള ആകെ കാരണം എന്താണെന്ന് വെച്ചാൽ കാമത്തിനും കർമ്മത്തിനും അജ്ഞത മൂലമെല്ലാം ഇവരുടെ മനസ്സെപ്പോഴും എന്തായിരുന്നു? ശാശ്വതമായ സുഖം എന്നത് ഈ ജീവിതത്തിലെ സുഖമാണ്. ഈ ഇങ്ങനെയുള്ള ഈ കറക്ക് കമ്പനിയിലുള്ള ജീവിതമാകുന്ന ഈ കൊടുങ്കാട്ടിലുള്ള ഈ ജീവിതമുണ്ടല്ലോ, ഭൗതിക ജീവിതം, അത് സത്യമെന്ന് മിഥ്യാബോധത്തോടെ കണ്ടുകൊണ്ടിരിക്കുന്നു. ഈ ജീവിതമാണ് സത്യമെന്ന് അവർ ധരിക്കുന്നു. അതുകൊണ്ടാണ് ഇതെല്ലാം ഉണ്ടാകുന്നത്. ആറില് അങ്ങനെ ആ യഥാർത്ഥമായ മർത്യലോകത്തിൽ ചിലപ്പോൾ ചിലവര് അങ്ങനെയുള്ള ആ യഥാർത്ഥമായ ഈ മർത്യലോകം എന്ന് പറഞ്ഞാൽ ഇങ്ങനെയുള്ള ഒരു തട്ടിപ്പും വെട്ടിപ്പിനും ഒരു കച്ചവട സ്ഥലമാണ്. ഇതില് കുടി, ഊണ്, സംഭോഗം എന്നിവയിൽ അത്യാസക്തനായി. ഇതിൽ പെടാനെന്താ കാരണം? അവന് കുടിക്കണം, ഊണ് കഴിക്കണം, സംഭോഗം ചെയ്യണം.
എന്നിവയിൽ അത്യാസക്തനായി അറ്റമില്ലാത്ത ഉണ്മയില്ലാത്ത വിഷയങ്ങളെ പിന്തുടർന്നു പോകുന്നു. അങ്ങനെ ലക്കും ലകാലവും ഇല്ലാത്ത വിഷയങ്ങളുടെ പിന്നാലെ ഓടി നടക്കുകയാണ്. തിന്നാനും കുടിക്കാനും ഇതിനും വേണ്ടിയിട്ട് ആ ഒരു ലക്ഷ്യത്തിനോട്ട് ഈ ലോകത്തില് എന്തിൻ്റെയല്ലോ പിന്നാലെ അറ്റമില്ലാതെ ഏതിൻ്റെയെല്ലാം പിന്നാലെ പോയാലാണ് പണം കുറച്ചുണ്ടാക്കാൻ പറ്റുക എന്നുള്ള ചിന്തയോടുകൂടി ഉണ്മയില്ലാത്ത വിഷയങ്ങളുടെ പിന്നാലെ പോവുകയാണ്. ഇതെല്ലാം നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നത്. നമ്മൾ എങ്ങനെയൊന്നും നന്നായി രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് ഈ രാവിലെ എണീച്ചാലോചിക്കുന്ന എന്ത് ചെയ്താൽ കുറച്ച് പൈസ ഉണ്ടാക്കാൻ പറ്റും. ഇതാണ് ചിന്ത. അല്ലെങ്കിൽ ഇന്ന നാടൻ ഇന്ന സുഖം കിട്ടണം, അതിനെന്ത് ചെയ്യണം എന്ന് പറഞ്ഞുകൊണ്ടാണ് രാവിലെ മുതലേ ചിന്തിച്ച് ഇറങ്ങി നടക്കുന്നത്. ഏഴിൽ പറയാണ്, തീ ആഗ്രഹിക്കുന്ന തണുത്ത് വിറച്ചവൻ തീക്കൊള്ളി കയറി പിടിക്കുന്നത് പോലെ. തീ വേണം, കാരണം തണുത്ത് വിറക്കുകയാണ്. അപ്പോൾ കുറച്ച് തീ കിട്ടിയാൽ കൊള്ളാമെന്ന് കാണുമ്പോൾ ഒരു തീ കിടക്കുമ്പോൾ എന്ത് ചെയ്യുക, അവൻ ചാടി പിടിച്ച തീക്കൊള്ളിയെ തന്നെ കടന്നു പിടിക്കുന്നത് പോലെ സകലവിധ ദോഷങ്ങളുടെയും ആവാസ കേന്ദ്രവും മലത്തിന് സമാനവുമായ സകല ദോഷങ്ങളുടെയും ഇരിപ്പിടം മലത്തിന് സമാനമായ മഞ്ഞനിറമായ രജോ ഗുണത്താൽ ആകൃഷ്ടമായ സ്വർണത്തെ സ്വായത്തമാക്കാൻ ആഗ്രഹിക്കുന്നു. അതായത് മലത്തിന് സമാനമായ സ്വർണത്തെ, അവിടെയാണ് ഈ കുഴപ്പത്തിൻ്റെ എല്ലാം കിടപ്പ്. സ്വർണം എന്ന് പറയേണ്ട പണം ഉണ്ടാക്കാൻ എന്നുള്ള അർത്ഥത്തിൽ എടുക്കും. സ്വർണമാണല്ലോ ഇന്ന് സ്വർണത്തിന്റെ വില അങ്ങ് കയറി പോകുന്നുണ്ട്. എന്തുകൊണ്ട്? പണം ഉണ്ടാക്കാൻ ഏറ്റവും എളുപ്പ വഴി ഇപ്പൊ സ്വർണത്തിൽ നിക്ഷേപിക്കാന്ന് കണ്ടുകൊണ്ടാണ്. ഈ സ്വർണത്തിന് വേണ്ടി വ്യാപാര ചിന്തകള് ഭാഗവതം പറയുന്നതാണ്. വ്യാപാരത്തിലൂടെയാണ്, കച്ചവടത്തിലൂടെയാണ് പണം നേടാൻ വേണ്ടിയിട്ട് കള്ളന്മാരെ പോലെ തന്നെയാണ് മനുഷ്യരെല്ലാവരും. നമ്മളെല്ലാം തന്നെ ഈ കച്ചവട സംസ്കാരത്തിൽ അകപ്പെട്ടു പോയിരിക്കുകയാണ്. കള്ളന്മാരെ പോലെ എങ്ങനെയെങ്കിലും വാരിക്കൂട്ടണം. അതിൻ്റെ ഏറ്റവും ദോഷങ്ങളുടെയും ഉറവിടമായിരിക്കുന്നത് മഞ്ഞ മലത്തിന് സമാനമായ സ്വർണത്തെ സ്വന്തമാക്കാൻ നടക്കുകയാണ്. ചിലപ്പോൾ 8 പാർപ്പിടം, ജലം, സ്വവസ്തുക്കൾ മുതലാവിയിൽ താല്പര്യം ചെയ്തു വെച്ചുകൊണ്ട് സംസാരമാകുന്ന കാട്ടിൽ എന്ത് ചെയ്യുന്നു? പരക്കം പായുന്നു. ചിലവരാട്ടെ വീടുണ്ടാക്കണം, ജലം വേണം, വസ്തുവകകൾ വാങ്ങിക്കൂട്ടണം എന്നെല്ലാം പറഞ്ഞുകൊണ്ട് കാട്ടിൽ സംസാരമാകുന്ന, നമ്മളൊരു കാട്ടിലകപ്പെട്ടിരിക്കുകയാണ്. അജ്ഞതയോടുള്ള ദുരിതങ്ങൾ നിറഞ്ഞ കാട്ടിലാണ്. ഏത് ആപത്ത് ഏത് സ്ഥലത്തുനിന്ന് വരുന്നതെന്നൊന്നും നമുക്ക് അറിയില്ല. അപ്പൊ എന്ത് ചെയ്യാണ്? പരക്കം പായുകയാണ്. എന്ത്? വീടുണ്ടാക്കാനും വേണ്ടി, ജലത്തിനും സ്വത്തുവകകളെല്ലാം സമ്പാദിക്കാൻ വേണ്ടി. ഇനി 9, ചിലപ്പോൾ ചുഴലിക്കാറ്റിനെ പോലെ കണ്ണു കെട്ടുന്ന, ചിലവരെ ചെയ്യാണ്. ചുഴലിക്കാറ്റിൽ എന്താവും? ചുഴലിക്കാറ്റടിക്കുമ്പോൾ പൊടിയെല്ലാം പറഞ്ഞിട്ട് കണ്ണങ്ങ് മൂടിപ്പോ. അതുപോലെ കാറ്റടിക്കുമ്പോൾ കണ്ണു മൂടിപ്പോ. അതുപോലെ സ്ത്രീകൾ എന്ത് ചെയ്യും? മടിത്തട്ടയിൽ ചേർത്ത് പിടിച്ചുകൊണ്ട്, അപ്പൊ സ്ത്രീയുടെ മടിയിൽ കിടന്നുകൊണ്ട് തന്നെ പറഞ്ഞ ചുരുക്കി പറഞ്ഞ, സ്ത്രീയുടെ മടിയിൽ തല വെച്ച് കിടന്നുകൊണ്ട് അവളിലുണ്ടായ തമോ ഗുണമായ അനുരാഗത്തെ, തമോ ഗുണമാണ് അത്, നമ്മളെ കീഴോട്ടേക്ക് വലിക്കുന്ന പരിപാടിയാണ്.
നമ്മുടെ ബുദ്ധി നശിപ്പിക്കുന്ന ഒരു പരിപാടിയാണ്. അപ്പം തമോ ഗുണമായ അനുരാഗത്തെ, അവളെ മടിയിൽ കിടന്നിട്ട് അവളെ അനുരാഗമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് സദാചാര സീമയില്ലാത്ത രജോ ഗുണമായ ബുദ്ധിയോടുകൂടി, ബുദ്ധി പക്ഷേ രജോ ഗുണത്തിലായിരിക്കും, ഭയങ്കര എന്തെല്ലോ ചെയ്യണം എന്നുള്ള ആർത്തിയിലായിരിക്കും. അതുകൊണ്ട് എന്ത് പറ്റും, കണ്ണു മൂടി കെട്ടപ്പെടും. അതായത് പിന്നെ കാഴ്ച ശക്തി ഒന്നുമില്ല, എന്താ നടക്കുന്നതെന്നൊന്നും അറിയില്ല. പരിസരബോധം നഷ്ടപ്പെട്ടിട്ട് ദിക്പാലകരെ പോലും കാണുന്നില്ല. ആ മുറിയിൽ ദിക്പാലകരുണ്ടല്ലോ, അഷ്ടദിക്പാലകരുണ്ട് ഉണ്ട് എന്നുള്ളൊരു സങ്കല്പത്തിൽ അവരെ പോലും ശ്രദ്ധിക്കുന്നില്ല. അവിടെ കിടന്നിട്ട് കാട്ടിക്കൂട്ടി എന്തെല്ലാമാണ് കാട്ടിക്കൂട്ടുന്നതെന്നാണ് പറയുന്നത്. അവിടെ ദിക്പാലകരുണ്ട്, അവരെ പോലും ശ്രദ്ധിക്കുന്നില്ല എന്നാണ് പറയുന്നത്. ബോധമെല്ലാം നശിച്ചിട്ട് കണ്ണുകളെല്ലാം നഷ്ടപ്പെട്ടിട്ട് ആ അവസ്ഥയിലാണ്. ഇനി 10 ചിലപ്പോൾ വിഷയങ്ങളുടെ അയഥാർത്ഥ സ്വഭാവം അറിഞ്ഞിട്ടുകൂടി ഇതൊന്നും സത്യമൊന്നുമല്ല, ഇതൊന്നും വലിയ കാര്യമൊന്നുമില്ല എന്ന് എന്തെങ്കിലും ഒരു സംഭവം നടക്കുകയാണെന്ന് വെച്ചാൽ അവിടെ ആരെങ്കിലും നമ്മൾ തർക്കം നടക്കുകയാണ്, മണ്ടത്തരമാണ്, വിവരമില്ലാത്തവർ തമ്മിൽ സംസാരിക്കുകയാണ്, അവിടെ നിന്ന് വഴക്കടിക്കുകയാണ് എന്നെല്ലാം നമുക്ക് തോന്നും. അതിൽ വേറെ കാര്യമൊന്നുമില്ല, മണ്ടത്തരങ്ങളാണ് സംസാരിക്കുന്നത്. എങ്കിലും ദേഹാഭിമാനത്തിൽപ്പെട്ട് അഭിമാനം വെച്ചുകൊണ്ട് എന്നാൽ പിന്നെ അവനെ പറഞ്ഞു നന്നായിക്കളയാം, ഇവന്മാരെ മണ്ടന്മാരാണ്, നിങ്ങളെല്ലാം രണ്ടുപേരും മണ്ടന്മാരാണ്, നിങ്ങൾ ഈ അടിപിടുന്നതിന് വിവരമില്ലാന്ന് പറഞ്ഞാൽ ദേഹാഭിമാനത്തിൽപ്പെട്ടിട്ട് മൃഗതൃഷ്ണയാൽ മായിക വിഭ്രാന്തിയോടെ ആ വിഷയത്തിന്റെ പിന്നാലെ പോകും. എൻ്റെ അമ്മമാരെ നന്നാക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ പിന്നാലെ പോകും. എന്നിട്ട് ആകെ നാറിയിട്ട് വരും. നമുക്ക് തന്നെ ഒരു വിഷയത്തിൽ അതിൽ ഒരു കാര്യമില്ല, ഇത് സയൻസുമായിട്ട് ബന്ധമുള്ള ഒന്നും അല്ല എന്നറിയുന്ന ഒരു വിഷയമാണെങ്കിൽ പോലും, ഒരു ചീള് സംഭവമാണെങ്കിൽ പോലും ചിലവര് അഭിമാനമാണ്, ഞാനെന്ന അവന്മാരെല്ലാം ആക്കുന്നത്, അവന്മാർക്കൊന്നും വലിയ വിവരമില്ല, പറഞ്ഞ അവന്മാരെ ശരിയാക്കാം എന്ന് പറഞ്ഞ് അങ്ങോട്ട് ചെന്നിട്ട് നാറിയിട്ട് തിരിച്ചു വരും, അതിൻ്റെ പിന്നാലെ ഓടും. ഇനി 11 ചിലപ്പോൾ കൂമൻ മണ്ണട്ട മുതലായ ശബ്ദം പോലെ, ചിലപ്പോൾ കൂമനും മണ്ണട്ടയും ഉണ്ടാക്കുന്ന ശബ്ദം പോലെ ശബ്ദിക്കുക. എപ്പോൾ പരുക്കൻ ശബ്ദത്തിൽ അമ്പരിപ്പിച്ചുകൊണ്ട് ശബ്ദിക്കും. ആരുടെ നേരെ? നേരെ നിന്നിട്ടോ മറഞ്ഞു നിന്നിട്ടോ ആണ് ശബ്ദിക്കുക. മണ്ണട്ടയെല്ലാം പിന്നീട് നിന്നിട്ടാണല്ലോ ശബ്ദിക്കുക. അപ്പം ചിലപ്പോൾ നമ്മൾ മണ്ണട്ടയെ പോലെ കൂക്കി നില കൂക്കി വിളിക്കും. മണ്ണട്ട കൂക്കി ഒന്നല്ല, എന്തെല്ലാം പരുക്കൻ ശബ്ദത്തിൽ പരിഹാസത്തിൽ ശബ്ദമുണ്ടാക്കും. ചിലവർ നേരിട്ട് നിന്നിട്ട് തന്നെ ശബ്ദം ഉണ്ടാക്കും, ചിലപ്പോൾ പിന്നിൽ മറഞ്ഞു നിന്നിട്ട് ശബ്ദം ഉണ്ടാക്കും. ഇപ്പോൾ ശത്രുക്കളുടെ അഥവാ രാജകുലത്തിന്റെ അതിക്ഷേപ വചനത്തിനെതിരെ ശബ്ദിക്കും. ഒന്നിക്ക് ശത്രുവിനെതിരായിട്ട് അയാളെ കാണുമ്പോൾ പിന്നിൽ നിന്നിട്ട് വെറുതെ കൂക്കും, അല്ലെങ്കിൽ അയാളെ പരിഹസിക്കും, ഒച്ചയാക്കും, നോക്കുമ്പോൾ ആരെയും കാണില്ല. അല്ലെ രാജാവിന്റെ ഭരണത്തിലെ രാജാവ് ദുഷിച്ചാല് നേരിട്ട് എന്തിനും പ്രതികരിക്കുന്നില്ല, എന്ത് ചെയ്യും, എവിടെയും വിരിച്ചു തന്നിട്ട് പരിഹസിക്കുന്ന പരിപാടി. ഇപ്പൊ യൂട്യൂബിലെല്ലാം അത് ചെയ്യാവുന്നതാണ്, കൂക്കലും പിടിക്കലും എല്ലാം. നേരിട്ട് പറയാനൊന്നും പറ്റില്ല. അപ്പൊ യൂട്യൂബില് കള്ള ഐഡിയൽ ഉണ്ടാക്കിയിട്ട് തെറി പറയും. ഇത് തന്നെ ചിലവരുടെ ജോലി ഇതാണ്. രാവിലെ തൊട്ട് വൈകുന്നേരം വരെ യൂട്യൂബിൽ ഇതാണ് പരിപാടി. നമ്മളെ പ്രതിയോഗികളെ കള്ളവല്ല ഇത് ഉണ്ടാക്കിയിട്ട് അങ്ങനെ തെറിപൊരിഞ്ഞ് നടക്കുക. ഇതെല്ലാണ് ജീവിതത്തിൽ ചെയ്തു കൂട്ടുന്ന കാര്യങ്ങൾ. എത്ര സുന്ദരമായ മനുഷ്യ ജന്മാണ് തന്നിരിക്കുന്നത്. ഇതിന് കാട്ടിക്കൂട്ടുന്ന വിക്രികളാണ് ഇവിടെ എടുത്തു പറയുന്നത്. ആ കാലത്ത് എഴുതിയിട്ട് വെച്ചിരിക്കുകയാണ്. എത്ര യൂട്യൂബ് എടുത്ത് തുറന്നു നോക്കിക്കോളൂ, എന്തെല്ലാം തെറികളാണ് പല പേരുകൾ പ്രത്യക്ഷമായിട്ട് പറയുന്നത്. ഇവർക്കൊന്നും വേറെ ജോലിയൊന്നുമില്ല, വല്ല ഉപകാരപ്രദമായ എന്തെങ്കിലും ചെയ്തുകൂടെ? ഈ നാട്ടിലെ ജനങ്ങള് ഇങ്ങനെ സമയം മനുഷ്യ പ്രയത്നം ദൂർത്തടിച്ച് കളയുകയാണ്. ആ സമയത്ത് വേറെ വല്ലതും ചെയ്തിരുന്നെങ്കിൽ സമൂഹത്തിനും ഒരു ഗുണം ഉണ്ടായിരുന്നു. ഇത് ഒരു ഗുണമില്ലാതെ, രാഷ്ട്രത്തിനും ഗുണമില്ല, ആർക്കും ഗുണമില്ല. ഇങ്ങനെ തെറി പറഞ്ഞ് രാവിലെ തൊട്ട് വൈകുന്നേരം വരെ, രാത്രി മുഴുവൻ സമയം കളയുക.
അപ്പം കൂമനെ പോലെയും മണ്ണട്ടയിലെ പോലെയും ഇങ്ങനെ നേരിട്ടും പറയും, ചിലവര് ഒളിച്ചു നിന്നിട്ടും പറയും. ചിലപ്പോൾ കാഞ്ഞിരം, കാകത്തുണ്ടം, ചെടികൾ, വള്ളികൾ മൂലാവയോടുകൂടി വിഷക്കിണറുകളെ പോലെ വിഷമുള്ള ഒരു കിണറുണ്ട്. അതിൽ മുഴുവൻ വള്ളിയെല്ലാം പടർന്നു കിടന്നിരിക്കുന്ന ഒരു കിണറിനെ പോലെ ലൈംഗികമായോ മറ്റോ യാതൊരു പ്രയോജനവുമില്ലാത്ത സമ്പത്തോടു കൂടിയിരിക്കുന്ന ജീവച്ഛവങ്ങളെ താനും ജീവച്ഛവമായി കൊണ്ട് ആശ്രയിക്കുന്നു. അപ്പോൾ ഒരു ഉപയോഗമില്ലാതെ കുറേ സ്വത്തുകൾ, കണ്ടമാന സ്വത്തുണ്ടാവും, വാരി കൂട്ടി വെച്ചിട്ടുണ്ടാവും, എന്നിട്ട് ചെലവാക്കില്ല. ജീവക്ഷമം കണക്കെ അതും വെച്ചിട്ടിരിക്കും. കണ്ടമാനം പണം ഉണ്ടാവും, ഒന്നും തൊടില്ല, എന്നിട്ട് ജീവിച്ച് ജീവനുണ്ടോ എന്ന് തന്നെ സംശയമാണ്. വലിയ കൊട്ടാരെല്ലാം കെട്ടിയിട്ട് മുറ്റത്തൊരു കസേര ഇട്ടിട്ട് അങ്ങനെ ചവങ്ങൾ, ജീവക്ഷവങ്ങളായിട്ട് കിടക്കും. അതിൽ നിന്ന് അതുപയോഗിച്ച് ഒരു കർമ്മവും ചെയ്യില്ല, അതിനെ കാവലിരിക്കും. ഈ വ്യക്തികളെ ചില ശിങ്കിടികൾ വന്നിട്ട് എന്ത് ചെയ്യും? അവരും ജീവക്ഷവങ്ങളായിട്ട് ഇയാളുടെ കാൽ കീഴിൽ വന്നിരിക്കും. കാരണം ഇവന്റെ കയ്യിൽ കുറെ സ്വത്തുണ്ട്. അപ്പൊ എന്തെങ്കിലും നക്കാപ്പിച്ച് കൊടുക്കുമായിരിക്കും. അതിന് വേണ്ടിയിട്ട് മറ്റുള്ള വ്യക്തികളും ഇവന്റെ പിന്നിൽ വന്നിട്ട് ഏറാൻ മൂളിക്കൊണ്ട് ഇരിക്കും. എന്തെങ്കിലും നേരം ഒന്ന് എപ്പോൾ എന്തൊക്കെ ഒന്ന് കിട്ടുമായിരിക്കും അതിന് വേണ്ടിയിട്ട്. ഇങ്ങനെയാണ് ചിലവര്. നമ്മളൊന്ന് ആലോചിക്കണം, ഈ മനുഷ്യനായിട്ട് ജനിച്ചവർ എത്ര അവന്റെ മനുഷ്യ പ്രയത്നം എന്തെല്ലാത്തിനും ഉപയോഗിക്കേണ്ടതാണ്. അതാണ് ഇങ്ങനെ നശിപ്പിച്ച് കളയുന്നത്. ഇതെല്ലാം നമ്മൾ കാണുന്നതാണ്, നമ്മളെ ചുറ്റുവട്ടത്ത് നടക്കുന്ന സംഭവങ്ങളാണ് ഇതിലൂടെ വിവരിച്ചു കൊണ്ടുവരുന്നത്. ഇനി 13 ചിലപ്പോൾ ദുർജന സമ്പർക്കം കൊണ്ട് വഞ്ചിത ബുദ്ധിയോടുകൂടി വെള്ളം പറ്റിയ ആറ്റിൽ ചാടി വീണ് വിഷമിക്കുന്നത് പോലെ ദുർജനങ്ങളുടെ സംസർഗം, ചീത്ത ആളുകളുടെ സംസർഗത്തിൽപ്പെട്ട് അവരെ ബുദ്ധിയെല്ലാം നശിക്കും. അവർ പറയുന്ന അനുസരിച്ച് ഒമാറാണ്. എന്നിട്ട് വെള്ളം പറ്റിയ ആറ്റിൽ ചാടിക്കഴിഞ്ഞാൽ എന്തായിരിക്കും? അതുപോലെ ഈ ലോകത്തും പരലോകത്തും ദുഃഖപ്രദമായ നാസ്തിക ധർമ്മത്തെ അവലംബിക്കുന്നു. നാസ്തികന്മാരായിട്ട് നാസ്തിക ധർമ്മം അവലംബിച്ചുകൊണ്ട് ജീവിക്കുന്നു. നാസ്തിക ധർമ്മം എന്നുള്ള ഒരു വിവരമില്ല. എന്തെല്ലാമോ അജ്ഞതകൾ തട്ടിവിട്ടുകൊണ്ട് അവരുടെ കൂട്ടത്തിൽ കൂടിയിട്ട് അതും പാടി നടന്നുകൊണ്ട് ജീവിതം എന്താ സംഭവിക്കുന്നത് എന്താണ്? പൊട്ടക്കുണത്തില് ചാടിയ പോലെ അവരെ എന്താണ് ചെയ്യുന്നത്? പൊട്ടക്കിണറ്റിൽ ചാടിയ പോലെ, വെള്ളമില്ലാതെ കിണറ്റിൽ ചാടിയ പോലെ, അല്ലെങ്കിൽ വെള്ളമില്ലാതെ കുളത്തിൽ ചാടിയ പോലെ ആക്കിയാണ് ഇവരെ പിന്തുടർക്കുന്നവര്. അവർക്ക് അതിനെക്കൊണ്ട് എന്തെങ്കിലും ഗുണങ്ങളുണ്ടോ? ഒരു ഗുണവുമില്ല. അജ്ഞത മാത്രം. ബുദ്ധി പോലും വികസിക്കുന്നില്ല. മണ്ടത്തരാണ് പഠിപ്പിക്കുക. അതാണ് നാസ്തികത എന്ന് പറഞ്ഞു വെച്ചിരിക്കുന്നത്. ഇനി 14 എപ്പോഴെങ്കിലും പരപീഡനം കൊണ്ട് അന്നം കിട്ടാതാകുമ്പോൾ, എപ്പോഴെങ്കിലും പരപീഡനം കൊണ്ട് ആരെങ്കിലും പീഡിപ്പിച്ചത് കൊണ്ട് നമ്മളെ പണമെല്ലാം നഷ്ടപ്പെട്ടു പോയി, ആകെ ദരിദ്രത്തിലായി, എന്തെല്ലോ ചെയ്തു, എന്തെല്ലോ കച്ചവടം ചെയ്തു, മുടിഞ്ഞു. പിന്നെ നേരെ വീട്ടിലേക്ക് വരും. വീട്ടിലേക്ക് വരുമ്പോൾ അച്ഛനും അമ്മയും അച്ഛൻ്റെയും മക്കളുടെയും പുൽക്കൊടി എങ്കിലും കൈവശം വെച്ച് പോകുന്നവരെ, അച്ഛനും മക്കളും എല്ലാം എന്തെങ്കിലും പുൽക്കൊടിയെല്ലാം കൈവശം വെച്ചിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അച്ഛനും മക്കളെയും തന്നെയും എന്ത് ചെയ്യും? അവർ ഭക്ഷണാർത്ഥം കയ്യേറ്റം ചെയ്യും. അച്ഛനെയും അമ്മേനെയും പോലും അവർ കൈകാര്യം ചെയ്യും. അതിനു വേണ്ടിയിട്ട് വിശന്നില്ല. ചിലവര് അച്ഛനെയും അമ്മേൻ്റെ അടുത്ത് വന്നിട്ട് എല്ലാം എന്തെങ്കിലും കാട്ടിക്കൂട്ടിയിട്ട് തുലച്ചിട്ട് വരും. ഈ വ്യാപാരത്തിൽ ഇടപെട്ടിട്ട് അപ്പം പിന്നെ തിന്നാൻ പോലും വഴിയില്ലെങ്കിൽ വീട്ടിൽ വരുമ്പോൾ അച്ഛനും പറയും ആകെ ദൂർത്തടിച്ചിട്ട് ഒരു തരുണ്ട് കയറി വരുന്നത്. എല്ലാം കൊണ്ടുപോയി എൻ്റെ അടുത്ത് നിന്ന് കുറെ പണയം വാങ്ങിയിട്ട് പോയതാണ്, തുലച്ചിട്ട് വരുന്നുണ്ട്. അപ്പം കൂടെ ഉള്ള മറ്റുള്ളവരും ഉണ്ടാവും, മക്കളെല്ലാം ഉണ്ടാവുമല്ലോ, അവരും ഇതേമാതിരി നിൽക്കും. അപ്പം വന്ന് കയറി തടി കിടപ്പുള്ളവനാണെങ്കിൽ എന്ത് ചെയ്യും? 2 കൊടുത്തിട്ട് അച്ഛനായാലും വേണ്ടിയില്ല, അമ്മയായാലും വേണ്ടിയില്ല,
സാധനം പിടിച്ചെടുത്തിട്ട് കയ്യേറ്റം ചെയ്തിട്ട് പോകും. ഇതെല്ലാം നമ്മൾ കാണുന്നതാണ്. ഇതാണ് നമ്മൾ ഇവിടുത്തെ ഭൗതികവാദികൾ എല്ലാവരും ചെയ്യുന്ന കാര്യം. ഭൂരിപക്ഷവും ചെയ്യുന്ന കാര്യങ്ങൾ ഇതെല്ലാം എല്ലാവരും ചെയ്യില്ല. ഇതിലേതെങ്കിലും എല്ലാം ചെയ്തിരിക്കും. എല്ലാം ചെയ്യാൻ പറ്റില്ലല്ലോ ഒരാൾക്ക്. പക്ഷെ ഇതെല്ലാം ചെയ്യുന്ന ആൾക്കാരുടെ സമൂഹമാണ് ഇന്ന് നമ്മുടെ മുന്നിൽ ഉള്ളത്. ഇനി 15 ചിലപ്പോൾ കാട്ടുതീ പോലെ സന്താപകരമോ, ജീവിതം കാട്ടുതീ പോലെ ആയിത്തീരും. കാട്ടിലല്ലേ താമസിക്കും, നമ്മളെല്ലാം കാട്ടിലാണ് നിൽക്കുന്ന. അന്ധകാരത്തിൽ കാട്ടിൽ നിൽക്കുകയാണ്. മുഴുവൻ നമ്മളെ പാര വെക്കാനുള്ള മൃഗങ്ങൾ, നമ്മളൊക്കെ അടിച്ചു കയറാനെല്ലാം ഉള്ള മൃഗങ്ങൾ മാതിരിയാണ് ഉള്ളത്. അവിടെയാണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പൊ സന്താപകരവും ഇഷ്ടവസ്തുക്കളില്ലാതെയും, വസ്തുക്കളൊന്നുമില്ല, നമുക്ക് വേണ്ട വസ്തുക്കളൊന്നും കൈകളില്ല, ആകെ ദാരിദ്ര്യം. ഒന്നിനു മുകളിൽ ഒന്നിന് ഒന്നായി അസുഖകരമായ ഗൃഹസ്ഥാശ്രമ വൃത്തിയെ പ്രാപിച്ച്, ഗൃഹസ്ഥാശ്രമ കുടുംബം പോറ്റാൻ വേണ്ടിയിട്ട് കല്യാണമെല്ലാം കഴിച്ചിട്ട് ഇരിക്കുകയാണ്. കൈകളൊന്നുമില്ല. ഒന്നിനു മുഴുവൻ ഒന്നായിട്ട് ഓരോ കർമ്മങ്ങളും അതിൻ്റെ ഫലമായിട്ടുള്ള പ്രശ്നങ്ങളെല്ലാം തലക്ക് മീതെ വന്നുകൊണ്ടിരിക്കുകയാണ്. ശോകാഗ്നിയിൽ ഏർപ്പെട്ടവനായി മനക്ലേശം അനുഭവിക്കുന്നു. എന്ത് ചെയ്യണമെന്നറിയാതെ അവൻ നട്ടം തിരികുകയാണ്. പെണ്ണും കെട്ടി കുടുംബ ബാധ്യത വിളിച്ച് ജോലിയുമില്ല, പണവുമില്ല, എന്ത് ചെയ്യണ ക്ലേശങ്ങളാണെങ്കിൽ ഇലക്ട്രിസിറ്റി ബില്ല് ഒരു ഭാഗത്തുനിന്ന് വരും, മറ്റേ വേറെ വരും, പിള്ളേർ ഒരു ഭാഗത്തുനിന്ന് കരയും വിശന്നിട്ട്. പിന്നെ ഇതെല്ലാം കൂടിയായിട്ട് ക്ലേശങ്ങൾ ഒന്നിനു മുകളിൽ ഒന്നായിട്ട് ഇങ്ങനെ കയറുമ്പം മനക്ലേശം അനുഭവിച്ച് നടക്കുകയാണ്. ഇനി 16 ചിലപ്പോൾ പ്രതികൂല കാലഘട്ടത്തിൽ അപഹരിക്കപ്പെട്ട ധനത്തോടുകൂടി വ്യവഹാരം നടത്തിയിട്ട്, കച്ചവടമെല്ലാം നടത്തിയിട്ട് ഉള്ള ധനമെല്ലാം പോയിട്ട് പ്രതികൂല കാലഘട്ടത്തിൽ ധനമെല്ലാം പോയി, പ്രാണനും പോയ മാതിരിയായിട്ട്, അവൻ്റെ പ്രാണനും കൂടിയവനായിട്ട്, പ്രാണനും നഷ്ടപ്പെട്ടവനെ പോലെ, എന്നിട്ടോ ചത്തവനെ പോലെ, ഒന്നിലും പിന്നെ പ്രതികരിക്കാൻ കഴിയില്ലാത്ത സ്ഥിതി ചെയ്യും. അങ്ങനെ അങ്ങ് ശവം കണക്കെ ചിലവര് കിടക്കും. വ്യവഹാരത്തിലെല്ലാം ഇങ്ങനെ പണം ഉണ്ടാക്കാൻ കൂടി നടന്നെയാണ്. അവസാനം എല്ലാം പൊളിഞ്ഞിട്ട് അവസാനം എന്താകും? ചത്ത പോലെ വന്നങ്ങ് കിടക്കും. എന്ത് ചെയ്യുക? ഇനി 17 ചില നേരത്ത് മനോരഥത്തിൽ പിതൃക്കളും പിതാമഹന്മാരുമായി പൂർവ്വ പരമ്പരകളെ ചിന്തിച്ചുകൊണ്ട്, ചിലവരാണെങ്കിൽ എല്ലാം നഷ്ടപ്പെട്ടിട്ടുണ്ടാവും. ഞാൻ പണ്ട് ഇന്ന കുടുംബത്തിൽ എൻ്റെ അച്ഛൻ ഇന്ന് വരുന്നു, എൻ്റെ അപ്പൂപ്പൻ ഇന്നയായിരുന്നു എന്നെല്ലാം ഉള്ള പണ്ടത്തെ പൂർവിക സ്മരണയുണ്ടല്ലോ, അതും വെച്ചുകൊണ്ട് പിന്നെ ജോലിക്കൊന്നും പോവില്ല. ഞാൻ ജോലി ചെയ്യുക, ഞാൻ ഇന്ന കുടുംബത്തിൽ പണ്ട് രാജാവിന്, എൻ്റെ അച്ഛൻ രാജാവായിരുന്നു, അപ്പൂപ്പൻ രാജാവിൻ്റെ രാജാവായിരുന്നു എന്നെല്ലാം, എൻ്റെ ഇവിടെ ആനേൻ്റെ തഴമ്പുണ്ട് എന്നെല്ലാം പറഞ്ഞ് നടക്കുന്ന ചില കക്ഷികളുണ്ട്. പിന്നെ ജോലിക്ക് പോരാ, ഞാനിങ്ങനെ ജോലിക്ക് പോയി രാജാവായിരുന്ന ഞാൻ, ഇങ്ങനെയെല്ലാം ചിന്തിക്കുന്ന ആൾക്കാരും ഉണ്ടാവും. അപ്പം മനോരഥത്തിൽ അവർ അങ്ങനെ ചില നേരം മനോരഥത്തിൽ പിതൃപിതാമഹന്മാരാദി പൂർവ്വ പരമ്പരകളെ ചിന്തിച്ചുകൊണ്ട്, അവരെല്ലാം നമ്മൾ പൂർവികരെല്ലാം ഭയങ്കരന്മാരാണ്, ഇപ്പോൾ ഇല്ലാത്തതിനെ ഉള്ളതായി സങ്കല്പിച്ചുകൊണ്ട്, എന്നിട്ട് ഉള്ളിൽ സ്വയം ചിന്തിക്കും, ഞാൻ ഇന്നാളുടെ ദിവാന്റെ മറ്റേ അല്ലെങ്കിൽ ഇന്ന് എൻ്റെ മകനാണ് എന്നെല്ലാം സ്വയം ഉള്ളതായി സങ്കല്പിച്ചിട്ട് സ്വപ്ന സുഖം അനുഭവിക്കുന്നു. അങ്ങനെ കസേരകളിൽ അങ്ങിരിക്കും. തിന്നാനും ഉണ്ടാവില്ല, കുടിക്കാനും ഉണ്ടാവില്ല, എന്നാലും ലാഭമില്ല. അങ്ങനെ അങ്ങ് ജീവിക്കും. ഇനി 18 ഈ മനുഷ്യരുടെ, ഈ ലോകത്തിലുള്ള മനുഷ്യരുടെ അവസ്ഥയെല്ലാം ഭരതം പറഞ്ഞു കൊടുക്കുക. ഇങ്ങനെയല്ലാതെ നിങ്ങൾ ജീവിതം കഴിയും. ഇതെല്ലാം എത്ര മനുഷ്യ പ്രയത്നങ്ങളാണ് നഷ്ടപ്പെടുത്തുന്നതെന്ന് ചിന്തിച്ചു. ഇതെല്ലാം ഉപയോഗിച്ചിരുന്നുവെങ്കിൽ ഈ ലോകം ഏത് നിലയിലെത്തുമായിരുന്നു. ഇനി 18 ചില നേരത്ത് ഗൃഹസ്ഥാശ്രമത്തിൽ ഇരുന്നു കൊണ്ട് ശാസ്ത്രം
ലോക ആചാരങ്ങൾക്ക് പ്രേരിതമായി കർമ്മം ചെയ്തുകൊണ്ട് ചില ആചാരങ്ങൾ, ശാസ്ത്രങ്ങളെല്ലാം പഠിച്ചിട്ട് ഗൃഹസ്ഥാശ്രമം കുടുംബജീവിതം ആരംഭിച്ച് കുറച്ച് ശാസ്ത്രമെല്ലാം പഠിച്ചിട്ടുണ്ടാവും. ലോകാചാരത്തിൽ ലോകത്തിൽ നടപ്പാക്കുന്ന ചില ആചാരങ്ങളുണ്ടല്ലോ, ആ ആചാരത്താൽ പ്രേരിതമായി കർമ്മം ചെയ്തുകൊണ്ട് മാമലയെ കയറുന്നതിന് ഉദ്യമിച്ച് ഒടുവിൽ മുള്ളും ചരളുമുള്ള പ്രദേശത്ത് പ്രവേശിക്കുന്നത് പോലെ തളർന്നു പോകുന്നു. എന്തെല്ലോ ആചാരങ്ങൾ ചിന്തിച്ചുകൊണ്ട് ജോലിക്കൊന്നും പോവില്ല. രാവിലെ എണീച്ച്, ചിലപ്പം ഭക്തിമാർക്കായിരിക്കും, രാവിലെ എണീച്ച് കുളിച്ച് നല്ല വേഷമെല്ലാം എടുത്ത് ദൈവത്തിൻ്റെ പടയെല്ലാം വെച്ച് പൂജയെല്ലാം നടത്തി ഭക്തിയോടുകൂടി ഭയങ്കര ഭക്തനാണ്. പഴയ ആചാരങ്ങളാണ്. നമ്മളെന്ന് പറഞ്ഞാൽ അങ്ങനെ ആത്മീയം എന്ന് പറഞ്ഞാൽ ഇങ്ങനെയല്ലാണെന്ന് ധരിച്ചു വെച്ചവരും കാണും. എന്നിട്ട് അതെല്ലാം കഴിഞ്ഞ് വന്ന് മെഡിക്കൽ കുറച്ച് യോഗാഭ്യാസം എല്ലാം ചെയ്യും, കിട്ടുന്ന വെള്ളമെല്ലാം കുറച്ച് കുടിച്ച് ഇങ്ങനെ പോയി കഴിഞ്ഞാൽ അവസാനം ആ കുടുംബം എവിടെ എത്തും? ഒടുവിൽ മുള്ളും ചരളുമുള്ള പ്രദേശത്ത് പ്രവേശിച്ചവനെ പോലെ തളർന്നു പോകും. പഴയ ആചാരങ്ങളും പിടിച്ചുകൊണ്ട് ജീവിക്കുന്നവർ ഈ സമൂഹത്തിലുണ്ട്. പണ്ടത്തെ ആ ജോലിയൊന്നും എനിക്ക് ചെയ്യാൻ പറ്റില്ല, കാരണം എനിക്ക് വിധിച്ചതല്ല. എനിക്ക് വിധിച്ചത് ഞാൻ ഇന്നതാണ്, ഞാൻ ഇന്ന കുടുംബത്തിൽ ജനിച്ചതാണ്. എൻ്റെ ആചാരങ്ങൾ എന്ന് പറഞ്ഞാൽ എൻ്റെ പരമ്പരയായിട്ട് ഇതാണ് ഞാൻ ചെയ്യുന്നത്. ഇതല്ലാതെ ഞാൻ പറഞ്ഞു ചെയ്യൊന്നുമില്ല. അത് ചെയ്താൽ തന്നെ എൻ്റെ പാരമ്പര്യം പോയില്ല. അതുകൊണ്ട് മറ്റുള്ളതൊന്നും ചെയ്യില്ല. എന്നിട്ട് അതേ ആചാരങ്ങൾ തന്നെ അങ്ങനെ ഇഷ്ടിച്ച് ഈ കാലം പോയിട്ട് എവിടെയോ എത്തിയിട്ടുണ്ടാകും. പക്ഷെ അവരിതും ചെയ്തിട്ടായിരിക്കും നടക്കുന്നുണ്ടാകും. അവരെ കൊണ്ട് എന്താ കിട്ടുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പം കാലത്തിന് എന്ത് വേണം, കാലത്തിനനുസരിച്ച് എന്ത് വേണം? പഠിച്ചിട്ട് മുന്നോട്ടേക്ക് പോകണം. പണ്ട് കാലത്ത് ചെയ്ത് തന്നെ പിടിച്ചിരുത്തിയിട്ട് തെങ്ങുമൊക്കെ ഇരുന്നാൽ തെങ്ങുമ്പോൾ തന്നെ മക്കളും തെങ്ങുമ്പത്തേരിക്കൊണ്ട് പോയി കഴിഞ്ഞാൽ എവിടെയാണ് ലോകം പുരോഗമിക്കുന്നത്? ഇന്ന് അവർക്കൊന്നും തെങ്ങ് കയറാനും പറ്റുന്നില്ല. കാരണം ഇങ്ങനെ തളയിട്ടിട്ട് കയറാൻ പറ്റില്ല. ഇന്ന് വേറൊരു മെഷീൻ വന്നിട്ടുണ്ട്, അത് വലിയ സ്ത്രീകളടക്കം ചാടിക്കയറിയാണ്. അപ്പൊ ഇവർ ഈ ചാരനും വെച്ചിട്ട് ഇങ്ങനെ കയറാൻ നോക്കിക്കഴിഞ്ഞാല് ആരെ ഇവരെ വിളിക്കുക? കൂലി എത്രേ? ഒന്ന് ആലോചിച്ച് നോക്കിയാൽ തെങ്ങ് കയറ്റുന്നതിന് ഇപ്പൊ എത്രയാ കൂലി സാധാരണ കയറുന്നതിന്? എന്നാൽ ഇന്ന് വലിയ കൂലിയായിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇന്ന് മനുഷ്യരിൽ ആശ്രയിക്കുന്ന ആരാണ്? ഈ മെഷീൻ വെച്ച് കയറുന്നവരുണ്ട്. അവർക്ക് അത്ര കൂലിയൊന്നുമില്ല, ഒരു ഫിക്സ്ഡ് റേറ്റ് ഉണ്ട്. അവർ വരുന്നതിനെക്കാട്ടി മുമ്പിൽ ഒരാളെ കിട്ടണ്ടെങ്കിൽ ഭയങ്കര പാടാണ്. അയാൾ വന്ന് തെങ്ങുമ്പോൾ എത്ര തെങ്ങുമ്പോൾ കയറാൻ പറ്റും? അത് തന്നെ പ്രായമെല്ലായിട്ടുണ്ടാവും, കുറേ കാലമായിട്ട് അത് തന്നെ തുടർന്ന് നടക്കുകയാണ്. അപ്പൊ കാലം മാറുന്നതനുസരിച്ച് നമ്മൾ മാറണം. പണ്ടത്തെ ചെയ്തു വെച്ച പാരമ്പര്യപരമായിട്ട് പോയി കഴിഞ്ഞാൽ എന്തു പറ്റും? അവസാനം മുള്ളും ചരളുമുള്ള പ്രദേശത്ത് പതിക്കുകയാണ് ചെയ്യുക. ഇനി 19 ചിലപ്പോൾ 19 വേറൊരു ചില കൂട്ടരെ പറ്റിയാണ്. ചിലപ്പോൾ എല്ലാവരും ചില സമയത്തെല്ലാം ചിലപ്പോൾ ഇതെല്ലാം ചെയ്യും. ചിലപ്പോൾ ജഡരാക്തിയാൽ വലഞ്ഞവനായി ഭയങ്കര വിശപ്പ് വന്നിരിക്കുന്ന അവസ്ഥയിൽ ഭാര്യയോടും മക്കളോടും കയർക്കും. ദേഷ്യം മുഴുവൻ ഭാര്യയോടും മക്കളോടുമാണ് കയർക്കും. വിശപ്പങ്ങ് കയറുമ്പോൾ പിന്നെ കണ്ണുമുക്കും, വിശന്ന കണ്ണുമുക്കും കാണില്ലല്ലോ. പിന്നെ ഭാര്യൻ്റെ നേരത്തെ മക്കളോട് മേപ്പ്. കാരണം പണ്ട് എന്തൊക്കെ ഒന്ന് കിട്ടിയിരുന്നെങ്കിൽ ഒറ്റക്ക് തിന്നായിരുന്നു. ഇപ്പം ഭാര്യയുണ്ട്, കുറേ മക്കളുണ്ട്, 5-8 മക്കളുള്ളവരും എല്ലാം ഉണ്ട്. ഈ കിട്ടുന്നത് പിന്നെ അവർക്ക് കൊടുക്കാനേ ഉള്ളൂ. പിന്നെ ദേഷ്യം പോലും വരാതിരിക്കും, ഭാര്യയോട് മക്കളോട് തന്നെ തീർക്കും. കാരണം ഇവരെ മുഖം കണ്ടതിൻ്റെ ശേഷമാണ് മറ്റെന്തെങ്കിലും ഒന്ന് തിന്നാൻ പറ്റുമായിരുന്നു കിട്ടിയതിനെ കൊണ്ട്. ഇപ്പോൾ അത് മുട്ടി ആ നിലയിൽ പോകുന്നവരും ഉണ്ട്. ഇതെല്ലാം ഈ വ്യാപാരത്തിലൂടെ സംഭവിക്കുന്നത് കൊണ്ടാണ്. ഈ ലോകമല്ല വേണ്ടത്, വസുദേവ കുടുംബം. കൃഷ്ണൻ അങ്ങനെ ഒരു ലോകം ഉണ്ടാക്കാനാണ് ശ്രമിക്കുന്നത്. ഏത് 3-4 ലോകമഹായുദ്ധത്തിലൂടെ മഹാഭാരത യുദ്ധത്തിന് ശേഷം വരുമെന്ന് നമുക്ക് നോക്കാം. വേദം പറയുന്നൊന്നും തെറ്റൊന്നുമില്ല. അവസാനം അത് എത്തിയതിൻ്റെ ശേഷമാണ് പ്രളയം നടക്കാൻ പോകുന്നത്. അതുപോലെ വ്യാപാരം, കച്ചവടം, മറ്റവൻ്റെ
പണം ഉണ്ടാക്കാൻ വേണ്ടി ആർത്ത് പിടിച്ച് നടക്കുന്നവരുടെ ലോകം. ഇനി 20. പിന്നെ നിദ്രയാകുന്ന പെരുമ്പാമ്പിനാൽ ഗ്രസ്തനായി, അങ്ങനെ ഭാര്യയോടും മക്കളും എല്ലാം പറഞ്ഞ് ചീത്ത വിളിച്ചെല്ലാം കഴിയുമ്പോഴും പിന്നെ എന്താവും? ഉറങ്ങും. വരുന്നു കഴിഞ്ഞാൽ പിന്നെ ചെയ്യുന്നത് എന്താണ്? ഉറക്കമാണ്. വിജനമായ സ്ഥലത്ത് വലിച്ചെറിഞ്ഞ ശവം പോലെ പോയി കിടക്കും. വീട്ടിൽ നിന്ന് അടിപിടിയെല്ലാം കൂടിയിട്ട് എവിടെയെങ്കിലും പിന്നെ പറമ്പത്ത് എവിടെയെങ്കിലും പോയിട്ട് ശവം പോലെ അവിടെ കിടക്കും. ചിലപ്പോൾ 21 ദുർജനങ്ങളാകുന്ന വിഷജന്തുക്കളാൽ അഭിമാന ഭ്രംശമേറ്റ്, വിഷജന്തുക്കളെ ദുർജനങ്ങളാകുന്ന ആൾക്കാര് എന്തു ചെയ്യും? വിഷഭ്രമമേറ്റ്, അഭിമാനത്തിന് ഭ്രംശമേറ്റ് ഉറക്കം പോലുമില്ലാതെ മാന്യന്മാരായിരിക്കും, വേറെ കുഴപ്പത്തിനൊന്നും പോയില്ല. എന്നാലും മറ്റുള്ളവര് വിഷജന്തുക്കൾ എന്തെങ്കിലും പറഞ്ഞ് അവസാനം ഉറക്കം പോലും നഷ്ടപ്പെട്ട് നശിച്ച് അനുക്രമം തകർന്ന ഹൃദയവുമായി കരഞ്ഞുകൊണ്ട് പൊട്ടക്കിരട്ടിൽ വീണ പൊട്ടക്കണ്ണനെ പോലെ ജീവിക്കും. ഇനി 22 ചിലപ്പോൾ കാമമധു തേടി പരസ്ത്രീകളെയും ധനത്തെയും സ്വായത്തമാക്കാനായി, കാമമധു തേടി സ്ത്രീകളെയും നോക്കി നടക്കുന്നവരുണ്ട് കുറെ. പരസ്ത്രീകളെയും ധനത്തെയും, ചിലവർ ധനത്തിന്റെ പിന്നാലെ ആയിരിക്കും, പിന്നെ അവർക്ക് സ്ത്രീകളെ പിന്നാലെ, ചിലവർക്ക് രണ്ടും വേണം. സ്വായത്തമാക്കാനായി ഇറങ്ങിത്തിരിച്ചവർ രാജാവിനാൽ പിടിക്കപ്പെട്ടത് നേർവഴിക്കൊന്നും ആവില്ല. അപ്പൊ രാജാവ് പിടിച്ച് എന്ത് ചെയ്യും? അപാരമായ നരകത്തിൽ പതിപ്പിക്കും. അവരെ പിടിച്ചുകൊണ്ട് നരകത്തിൽ കൊണ്ടിടും, ജയിലിൽ കൊണ്ടിടും എന്ന് പറയാം. ഇനി 23 ഇത്തരത്തിൽ നോക്കിയാൽ ഈ പ്രവൃത്തി മാർഗത്തിലെ കർമ്മങ്ങൾ, ഇത്തരത്തിലുള്ള ഭൗതിക ലോകത്തിലെ കർമ്മങ്ങളെല്ലാം ഇഹലോകത്തിലും പരലോകത്തിലും ഏത് ലോകത്തിലായാലും ആത്മാവിന്റെ സംസാര ക്ലേശങ്ങളുടെ വിളനിലമാവുന്നു. ആത്മാവിനെ ദുഷിപ്പിക്കുന്ന സംസാര ക്ലേശങ്ങളുടെ വിളനിലമാകുന്നു ഇത്തരം സംഭവങ്ങൾ എല്ലാം. ഇനി 24 ഒരുപക്ഷെ ബന്ധനമുക്തനായാലും, ചിലപ്പോൾ കുറച്ചെല്ലാം ആത്മനിയന്ത്രണത്തോടുകൂടി ബന്ധനമുക്തനായാലും അതിനെ ദേവദത്തൻ എന്ന മറ്റൊരുവനും അവനിൽ നിന്ന് മറ്റൊരു വിഷ്ണുമിത്രനും ഇങ്ങനെ കൈമാറ്റം ചെയ്യപ്പെടുന്നു. ചിലപ്പോഴും നമ്മൾ മുക്തിയായെന്ന് വരാം, പക്ഷേ ഇത് വേറെ ആൾക്കാരിലേക്ക് പകരും. ഈ സംസാരമാകുന്ന ഈ ലോകത്ത് നിന്ന്, ഈ വനത്തിൽ നിന്ന് ഇത് പൂർണ്ണമായിട്ട് മാറില്ല. ചിലവർക്ക് മാത്രം മുക്തി വരാം, പക്ഷെ അത് വേറൊരാളിലേക്ക് പടർന്നുകൊണ്ടേ, ഈ സ്വഭാവം അങ്ങനെ പടർന്നുകൊണ്ടേ ഇരിക്കും. മറ്റു ചിലപ്പോൾ 25 അതിഭൗതിക, ഔദ്യോഗികമായ, ആത്മീയം എന്നീ 3 വശങ്ങളിലൂടെയാണ് ഭൗതിക ലോകത്തിൽ ജീവിക്കുന്നവര് ഈ അവസ്ഥാവിശേഷങ്ങളിൽ അപ്രാപ്തനായിട്ട് അറ്റം കാണാത്ത ചിത്തത്താൽ വിഷമിച്ചുകൊണ്ടിരിക്കുന്നു. ഈ ലോകത്ത്, ഭൗതിക ലോകത്ത് അവർ എന്ത് ചെയ്യുന്നു? ഒരറ്റവും കാണാൻ പറ്റാതെ എങ്ങനെ ഇതിൽ നിന്ന് മുക്തി നേടാമെന്ന് ഇത്തരം പ്രശ്നങ്ങളിൽ നിന്ന് എങ്ങനെ മുക്തി നേടാമെന്ന് ചിന്തിച്ചിട്ട് ഒരെത്തും പിടിയില്ലാതെ അലയുകയാണ്. 26 ചിലപ്പോൾ അന്യോന്യം എന്തെങ്കിലും ധനത്തെക്കുറിച്ച് വ്യാപാരം നടത്തി, ചിലപ്പോൾ രണ്ടുപേരുമായിട്ട് അന്യോന്യം ധനം വെച്ചിട്ട് എന്താണ് കൂട്ടുചേർന്നിട്ട് ബിസിനസ് നടത്തും. കുറച്ച് ധനമെല്ലാം എടുത്തിട്ട് ധനത്തെക്കുറിച്ച് വ്യാപാരം നടത്തി ധനവഞ്ചനയാൽ, എന്നിട്ട് ധനവഞ്ചനപ്പെട്ട് മറ്റവന് അന്യന്റെ പക്കൽ നിന്നും കാൽപ്പണമായാലും അതിൽ കുറവായാലും തട്ടിയെടുത്തിട്ട് പിന്നെ അവനെ പകയുണ്ടാക്കിയിട്ട് നടക്കും. രണ്ടുപേരും കൂടി കച്ചവടം നടത്തണം. ഒരുത്തം പാര വെക്കും, ഒരുത്തം എല്ലാം അടിച്ചുകൊണ്ടു. അത് കാൽപ്പണമായാലും വേണ്ടിയില്ല, അരപ്പഴം കുറച്ചായാലും വേണ്ടിയില്ല, ഉള്ളതും കൊണ്ട് അവനങ്ങ് രക്ഷപ്പെടും. എന്നിട്ടോ പിന്നെ പകയും വെച്ചായിരിക്കും നടക്കാം മറ്റവൻ. കാരണം ഇതെല്ലാം കൊണ്ടുപോയല്ലോ. പിന്നെ ആ പക അവർ തമ്മിൽ ഭയങ്കര പകയായിരിക്കും.
ഇനി 27 ഇത്തരം പ്രവർത്തികളിൽ സംഭവിക്കുന്ന ചില അനർത്ഥങ്ങൾ ഏതെല്ലാമാണെന്ന് പറഞ്ഞു തരികയാണ്. ഇത്തരം പ്രവർത്തികളിൽ നടക്കുന്ന, അതായത് ഇങ്ങനെയുള്ള നമ്മുടെ ജീവിതത്തിൽ നടക്കുന്ന ഇത്തരം പ്രവർത്തികൾ നടക്കുമ്പോൾ ഉണ്ടാകുന്ന ചില അനർത്ഥങ്ങളും മറ്റും എന്താണെന്ന് വെച്ചാൽ സുഖം, ചിലപ്പോൾ സുഖം കിട്ടും, ചിലപ്പം ദുഃഖം കിട്ടും, ഭോഗം കിട്ടും, ദ്വേഷം കിട്ടും, ഭയം, അഭിമാനം, പ്രമാദം, ഉന്മാദം, ശോകം, മോഹം, ലോഭം, മത്സരം, ഈർഷ്യ, അപമാനം, ഡംബ്, ദാഹം, ആധി, വ്യാധി, ജന്മം, ജര, മരണം എന്നിവയെല്ലാമാണ് ഇങ്ങനെയുള്ള ഈ ജീവിതത്തിലൂടെ പോകുമ്പോൾ കിട്ടാൻ പോകുന്നത്. ഇതെല്ലാം തന്നെയാണ് കിട്ടാൻ പോകുന്നത്. ഇതിലേതെങ്കിലും എല്ലായിട്ട് പല സമയത്തായിട്ട് വന്നു പോയി കൊണ്ട് ഇരിക്കും. 28 ചിലപ്പോൾ ഭഗവാന്റെ മായാകുന്ന സ്ത്രീയാൽ, ഭഗവാൻ തന്നെയാണ് ഇതെല്ലാം ഇങ്ങനെ ഒരു സിസ്റ്റം ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. ഭഗവാന്റെ മായാകുന്ന സ്ത്രീയാൽ ആലിംഗതനായി, അപ്പൊ സ്ത്രീകളുമായിട്ട് ആലിംഗതനായിട്ട് കൈവട്ട വിവേകത്തോടുകൂടി, അതോടുകൂടി അവന്റെ വിവേകം എല്ലാം നശിക്കും. അവൾക്ക് ക്രീഡാഗ്രഹം നിർമ്മിക്കാൻ വേണ്ടിയിട്ട്, പിന്നെ അവന്റെ വിവേകം നശിക്കും. പിന്നെ അവന്റെ ചിന്ത എന്ന് വെച്ചാൽ ഇവർക്ക് വീടുണ്ടാക്കി കൊടുക്കണം, ക്രീഡാഗ്രഹം ഉണ്ടാക്കണം. അതിനുവേണ്ടിയായിരിക്കും പിന്നെ ശ്രദ്ധ. ബന്ധം വന്നു, പിന്നെ ഭാര്യ, പുത്രിമാരുടെ വാക്കും നോട്ടവും എന്നിവയിൽ ആകൃഷ്ടനായി, അവരുടെ വാക്കും നോട്ടത്തിൽ ആകൃഷ്ടനായിട്ട് മനോജയം സാധിക്കാതെ, പിന്നെ അവന് മനോജയം ഒന്നും നടക്കില്ല, അവന്റെ മനസ്സിനെ കീഴ്പ്പെടുത്താനൊന്നും പറ്റില്ല. പിന്നെ ഇവരുടെ പിന്നാലെ നോട്ടോ അവരെ ചിരിയെല്ലാം കണ്ടിട്ട് അതിന് മയങ്ങി അങ്ങ് നിറക്കും. അപാരമായ കൂരിട്ടിലേക്ക് ആത്മാവിനെ തള്ളുന്നു. പിന്നെ അവന്റെ ആത്മീയതയെല്ലാം പോയി. ഭാര്യയും മക്കളെയെല്ലാം ചിന്തിച്ച് അടക്കുന്നവൻ്റെ ആണെങ്കിൽ ആത്മീയത പറഞ്ഞതല്ല. ഇതെല്ലാം ഇവിടെ പറഞ്ഞുകൊണ്ടുവരുന്നത്. ആത്മീയത, ജീവിതത്തിന്റെ ശരിയായ ലക്ഷ്യം, ബ്രഹ്മസാക്ഷാത്കാരം ആത്മീയമാണെങ്കിൽ ആദ്യം ഭാര്യ കുട്ടികളെ എടുത്ത് ദൂരെ കളയുക. ഇതാണ് ഇവിടെ പറയുന്നത്. ഇത് ഞാൻ പറയുന്നൊന്നുമല്ല, ഭാഗവതം പറയുകയാണ്. എന്റെ കൂരിട്ടിലേക്ക് ആത്മാവിനെ തള്ളുന്നു. ആത്മീയതയൊന്നും അവൻ്റെ അടുത്ത് യേശുന്ന പരിപാടിയൊന്നുമല്ല. എന്റെ 29 പരമാണു മുതൽ ലോകാവസാനം വരെയുള്ള കാലത്തിന്റെ സ്വഭാവമായ ബ്രഹ്മാവ് മുതൽ പുൽക്കൊടി വരെയുള്ള, ബ്രഹ്മാവ് തൊട്ട് ലോകമുണ്ടാകുന്ന പരമാണുവിൽ നിന്ന് തുടങ്ങിയിട്ടാണ് അവസാനം കാലത്തിന്റെ അവസാനം, കലിയുഗ അവസാനം വരെ, പ്രളയം വരെ. അതാണ് അർത്ഥഭാഗം. പിന്നെ അതിനപ്പുറം കുറച്ചു കാലം ഉറങ്ങും, ലോകം ഉണ്ടാവില്ല. ആ അർത്ഥഭാഗത്തില് ബ്രഹ്മാവ് തൊട്ട് പുൽക്കൊടി വരെ, ബ്രഹ്മാവും പുൽക്കൊടിയെല്ലാം ഒന്ന് തന്നെയാണ്, എല്ലാം സമാനമാണെന്ന് പറയാം. ജീവജാലങ്ങൾ അവശതയോട് മിഴിച്ചു നിൽക്കെ തന്നെ ശീഘ്രഗതിയിൽ സഞ്ചരിക്കുന്ന, ബ്രഹ്മാവ് തൊട്ട് പുൽക്കൊടി വരെ അവശതയോടുകൂടി മിഴിച്ചു നിന്നുകൊണ്ടാണ് നോക്കുന്നത്. ബ്രഹ്മാവിന് എല്ലാം ഭയങ്കര പ്രശ്നം തന്നെയാണ്. ആദ്യം എന്തെല്ലാം ജീവികളെ സൃഷ്ടിക്കണം. അങ്ങനെ അപ്പൊ അതിവേഗത്തിൽ കാലം പോകും. ആരുടെ കാലം? ശ്രീഹരിയുടെ കാലചക്രത്തിൽ ചിലപ്പോൾ ഭയത്തോടുകൂടിയ ഹൃദയവുമായി ആ നിയന്താവിനെ അവഗണിച്ചിട്ട് അങ്ങനെ പോകുമ്പോൾ ഈ കാലചക്രം ആണ് നയിച്ചു കൊണ്ടുപോകുന്നത്. ആ കാലചക്രത്തിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ആ ശ്രീഹരിയെ, ആ ഹൃദയത്തില് അതിനെപ്പറ്റി ചിന്തിക്കാതെ ആ നിയന്താവിനെ അവഗണിച്ചിട്ട് ആര്യജന്മാർക്ക്, ആര്യജനങ്ങൾക്ക് വിധിച്ചതായ ആചാരത്തിനെതിരായി, ആര്യന്മാരാണ് വേദങ്ങൾ എഴുതിയത്, ആ വേദങ്ങളിൽ പറഞ്ഞ ആചാരത്തിനെതിരായി വേദവിരുദ്ധമായ ധർമ്മം വേദവിരുദ്ധമായ ധർമാദികളുടെ
അപ്പൊ കാലം ഇങ്ങനെ ചലിച്ചു കൊണ്ടുപോകുമ്പോൾ ആ സമയത്തൊന്നും നമ്മൾ ശ്രീഹരിയുടെ, ആ കാലത്തെ നയിക്കുന്ന ശ്രീഹരിയുടെ ഹൃദയവുമായിട്ട് ബന്ധപ്പെടാതെ ആ ശ്രീഹരിയെ മറന്നുകൊണ്ട് ആര്യന്മാര് വിഭാവനം ചെയ്ത ആചാരത്തിനെതിരായി, അതായത് വേദത്തിൽ പറയുന്ന ആചാരത്തിനെതിരായി വിരുദ്ധമായ ധർമാദികളുടെ ദുർമൂർത്തികളെ, വേദവിരുദ്ധമായ ധർമാദികളുടെ ദുർമൂർത്തികളെ മൂലപ്രമാണമില്ലാതെ അന്ധവിശ്വാസത്തിലൂടെ ചെന്ന് ഭജിക്കുന്നു. വേദം പറയുന്ന തരത്തിൽ ആരെയാണ് ആശ്രയിക്കേണ്ടത്? ആ നിർഗുണമായ പരബ്രഹ്മത്തെ. അത് എങ്ങനെയാണ് ആശ്രയിക്കേണ്ടത്? നമ്മളെ ജനിപ്പിച്ച കർമ്മം ചെയ്യാനാണ്. ആ കർമ്മം അതിനായിട്ട് ചെയ്തു കൊടുക്കുക, അത്രയും ചെയ്യേണ്ട ആവശ്യമുള്ളൂ, വേറെ ഒന്നും ചെയ്യണ്ട. അത് ചെയ്യുന്നതിന് പകരം വേദവിരുദ്ധമായ ധർമ്മങ്ങളിലൂടെ ദുർമൂർത്തികളെ, മറ്റുള്ള മൂർത്തികളെ ആരാധിക്കുന്ന കാര്യത്തെ തന്നെയാണ് പറയുന്നത്. ദുർമൂർത്തികളെ മൂലപ്രമാണമില്ലാതെ അന്ധവിശ്വാസത്തിലൂടെ ചെന്ന് ഭജിക്കുന്നു. ഏതെല്ലോ മൂർത്തികളെ ഉണ്ടാക്കി വെച്ചിട്ട് അന്ധവിശ്വാസത്തിലൂടെ അതിനെ ഭജിക്കുകയാണ്. ദുർമൂർത്തികളെ എന്ന് തന്നെയാണ് പറഞ്ഞു വെച്ചിരിക്കുന്നത്. ഒരു മൂലപ്രമാണവും ഇല്ലാതെ നമ്മൾ ഈ ആരാധിക്കുന്നതിനെല്ലാം എവിടെയാണ് മൂലപ്രമാണമുള്ളത്? ഏത്? ആര്യന്മാർ വിഭാവനം ചെയ്ത ആചാരങ്ങൾ, അതായത് വേദങ്ങൾ, വേദ പുരാണ ഉപനിഷത്തുക്കളിൽ പറയുന്ന ആരാധന സമ്പ്രദായം അനുസരിച്ച് ആണോ നിങ്ങൾ ഈ ആരാധനയല്ല മൂർത്തികളെ ആരാധിക്കുന്നത്? അല്ല എങ്കിൽ അതെല്ലാം ദുർമൂർത്തികളാണ്. വേദം പറയുന്ന ഈശ്വരൻ അതിന് രൂപവും ഭാവവും ഇല്ല, നിർഗുണമാണ്, അതിനെ പൂർണ്ണമായി മനസ്സിലാക്കാൻ പറ്റില്ല ഒന്നും. അങ്ങനെയുള്ള ഒരു ശക്തിയെ ആരാധിക്കാൻ എങ്ങനെയാണ് പറയുന്നത്? അതിനെ മനസ്സിൽ ചിന്തിച്ചുകൊണ്ട് അതിനായി കർമ്മം ചെയ്യുക, ഈ വ്യാപാരങ്ങൾ മുഴുവൻ അവസാനിപ്പിക്കുക, കച്ചവട മനോഭാവം അവസാനിപ്പിക്കുക, നമ്മൾ ചെയ്യുന്ന കർമ്മം അതിനായി ചെയ്തു കൊടുക്കുക. എന്നിട്ട് പ്രകൃതി നമുക്ക് തരുന്നത് നമ്മൾ സ്വീകരിച്ചു കൊടുക്കുക, നിയമപ്രകാരം നമുക്ക് അർഹതപ്പെട്ടത് സ്വീകരിച്ചു കൊടുക്കുക. ഏതുപോലെ ഒരു വസുദേവ കുടുംബത്തിലെ ലോകം മുഴുവൻ ഒരു തറവാടായി കണ്ടുകൊണ്ട് ഒരു വസുദേവ കുടുംബത്തിലെ അംഗത്തെ പോലെ അനുഭവിക്കുക. ഇനി 30. അപ്പം സ്വയം വഞ്ചിതരായ ആ അപ്പോൾ സ്വയം വഞ്ചിതരായ ആ പാഷാണ്ഡ ധർമ്മങ്ങൾ, അതിനെ പാഷാണ്ഡ ധർമ്മങ്ങൾ എന്നാണ് പറയുന്നത്. ദുർമൂർത്തികളെ ആചരിക്കുക, ഭജിക്കുക, അത് പാഷാണ്ഡ ധർമ്മമാണ്. അത് ഏതെങ്കിലും മൂലപ്രമാണം എന്ന് പറഞ്ഞാൽ ഋഗ്വേദം, യജുർവേദം, സാമവേദം, 108 ഉപനിഷത്തുക്കൾ, പുരാണ കഥകൾ വെച്ചിട്ട് നിന്ന് ആരാധിച്ച കഥേന്റെ അർത്ഥം മനസ്സിലാക്കിയിട്ട് ആരാധിക്കണം. അത് ശരിയായ മനസ്സിലർത്ഥം വെച്ചിട്ട് ആരെയാണ് ഇപ്പോൾ നമ്മളിപ്പോൾ കാണുന്നത്? എന്താണ് ഇവിടെ ഭാഗവതത്തിൽ തന്നെ നമ്മൾ കാണുന്ന ശ്രീഹരിയാണ്. ശ്രീഹരി എന്ന് പറഞ്ഞാൽ നിർഗുണമായ ബ്രഹ്മമാണ്. അപ്പൊ ഈ പാഷാണ്ഡ ധർമ്മങ്ങൾ അവനെ അത്യധികം വഞ്ചിതനാക്കുന്നു. ഇങ്ങനെയുള്ള ആരാധനാമൂർത്തികളെ ആരാധിച്ചിട്ട് അവൻ വഞ്ചിതനാവുകയാണ്. ഓരോ മനുഷ്യരിവിടെ വഞ്ചിതനാവുകയാണ്. അപ്പോൾ ബ്രാഹ്മണ കുലത്തെ സമാശ്രയിക്കുന്നവരായി ഭവിക്കുന്നു. അങ്ങനെയുള്ള ആചാരങ്ങള് ചിലവരനുഷ്ഠിച്ചിട്ട് അത് ബ്രാഹ്മണ കുലമായിട്ട് മാറിയിട്ടുണ്ട്. നമുക്കറിയാലോ, ചില കാലത്തില് ചില ദൈവങ്ങള് ഇന്നവർക്ക്, ചില ദൈവങ്ങൾക്ക് നിങ്ങൾക്ക് ചാമുണ്ടിയും മറ്റുള്ളവരുമല്ല. പറഞ്ഞുകൊണ്ട് ഇതിലേക്കെല്ലാം തന്നെയാണ് ഭാഗവതം വരുന്നത്. അവരെന്തായിരുന്നു? ബ്രാഹ്മണ കുലങ്ങളായിട്ട് മാറിയിരിക്കുന്നു. ബ്രാഹ്മണ കുലത്തെ
സമാശ്രയിക്കുന്നവരായി ഭവിക്കുന്നു. അപ്പൊ ഇത്തരം പാഷാണധർമ്മങ്ങൾ അവനെ അത്യധികം വഞ്ചിതനാക്കുന്നു. അപ്പോൾ ബ്രാഹ്മണ കുലത്തെ സമാശ്രയിക്കുന്നവരായി ഭവിക്കുന്ന ഒരു കുലമായിട്ട് മാറുന്നു ബ്രാഹ്മണ കുലം. ശ്രുതി സ്മൃതികളുടെ വിഹിതങ്ങളായ കർമ്മങ്ങളുടെ, അപ്പൊ അവിടെ ശ്രുതിയും വരുന്നു സ്മൃതിയും വരുന്നു. ഇവ രണ്ടും ചേർത്തിട്ടുള്ള കർമ്മങ്ങളുടെ അനുഷ്ഠാനത്തിലുള്ള, അപ്പൊ ശ്രീഹരിയെ ആരാധിക്കുമ്പോൾ വേദങ്ങൾ പറയുന്ന ശ്രീഹരി, അതാണ് ശ്രുതി. വേദങ്ങൾ പറയുന്ന ശ്രുതിയിലെ ശ്രീഹരിയെ എടുക്കുന്നതിന് പകരം അതിൻ്റെ കൂടെ നമ്മുടേതായി കൊണ്ടിട്ട് കൊടുത്തിരിക്കുന്ന ഈ പാഷാണധർമ്മത്തിൻ്റെ അല്ലെങ്കിൽ സ്മൃതികളുടെ, വേദത്തിൽ നിന്നും മാറിയിരിക്കുന്ന നമ്മൾ ഉണ്ടാക്കുന്നതിനെല്ലാം സ്മൃതിയാണ്, പിൽക്കാലത്തുണ്ടാകുന്നതിനെല്ലാം സ്മൃതികൾ എന്നാണ് പറയുക. അപ്പം ശ്രുതിയും സ്മൃതിയും ചേർത്തിട്ടുണ്ടാക്കുന്ന കർമ്മങ്ങളുടെ അനുഷ്ഠാനത്തിലുള്ള ശ്രീഹരിയുടെ ആരാധന തന്നെയാണ് അവർ നടത്തുന്നത്. ശ്രീഹരിയെ വേദങ്ങളിൽ പറയുന്ന ശ്രുതിയുടെ അടിസ്ഥാനത്തിലല്ല അവർ കണ്ട് ആരാധിക്കുന്നത്, അതിൻ്റെ കൂടെ കുറെ ശ്രുതിയും കൂട്ടിച്ചേർത്തിട്ട് അവര് ശ്രീഹരി എന്ന നിലയിൽ ആരാധിക്കുകയാണ്. അതിഷ്ടപ്പെടാത്തവർ, അപ്പൊ അങ്ങനെ ചെയ്യുമ്പോൾ ചിലവർക്ക് അത് ഇഷ്ടപ്പെടില്ല, അവര് ശൂദ്ര കുലത്തെ സമാശ്രയിക്കുന്നു. അവർ വേറൊരു കുലമായിട്ട് മാറുന്നു. അതിന് ഇഷ്ടപ്പെടാത്തവര്, ഈ കാട്ടിക്കൂട്ടുന്നത് ഇഷ്ടപ്പെടാത്തവര് ശൂദ്രകുലമായിട്ട് വേറൊരു കുലമായിട്ട് മാറും. അങ്ങനെയാണ് ഇവിടെ ജാതി വ്യവസ്ഥകളായിട്ട് ഇതെല്ലാം തിരിഞ്ഞത്, പല കുലങ്ങളായിട്ട് തിരിഞ്ഞത്, പല മതങ്ങളായിട്ട് മതങ്ങൾ തന്നെ, ജാതി എന്നൊന്നും പറയണ്ട, ലോകത്തിലുള്ള മതങ്ങളെല്ലാം ഈ വേദം പറയുന്ന ആ ശ്രീഹരിയെ മനസ്സിലാക്കാതെ അവരവർക്ക് തോന്നുന്ന സാഹചര്യത്തിൽ ഈ ഗ്രന്ഥങ്ങളിൽ നിന്ന്, വേദങ്ങളിൽ നിന്ന് കുറച്ചെടുക്കും. എന്നിട്ട് അവരുടെ കയ്യിൽ നിന്ന് കുറെ സ്മൃതിയും കൂട്ടിച്ചേർത്തിട്ട് അവർ മതങ്ങൾ ഉണ്ടാക്കി. മതങ്ങൾ പിന്നെ ജാതികളായി തിരിഞ്ഞു, അതാണ് കുലങ്ങളായിട്ട് തിരിഞ്ഞു എന്ന് ഇവിടെ പറഞ്ഞു വെച്ചിരുന്നു. ഈ കുലങ്ങളുടെ സ്തുതി സ്മൃതി വിഹിതമായ ആചരണങ്ങൾ സംസ്കാര ശൂന്യതയിൽ അധികാരികമല്ലാത്തതുകൊണ്ട് മർക്കടക്കൂട്ടത്തിൽ മർക്കടക്കൂട്ടത്തിന്റെ മട്ടിൽ സംഭോഗവും കുടുംബ സംവിധാനവും മാത്രമാണുള്ളത്. അങ്ങനെ കുലങ്ങളുടെ പല കുലങ്ങളായിട്ട് തിരിഞ്ഞു. എന്തിൻ്റെയും? ശ്രുതിയുടെയും സ്മൃതിയുടെയും. വേദങ്ങളിൽ പറയുന്നതിനെ ശ്രീഹരിയെ സ്മൃതികളും കൂടി കൂട്ടിച്ചേർത്ത് ദുർവ്യാഖ്യാനിക്കുമ്പോൾ പലവരും തിരിച്ചു മറിച്ചെല്ലാം വ്യാഖ്യാനിക്കും. പല കുലങ്ങളായിട്ട് മാറിയിട്ട് സ്മൃതി വിഹിതമായ ആചാരങ്ങൾ സംസ്കാര ശൂന്യതയിൽ നിന്നാണ്. ഇതെല്ലാം ഒരു സംസ്കാരപരമായ ശൂന്യതയിൽ നിന്ന് തന്നെയാണ് ഇതെല്ലാം ഉത്ഭവിച്ചിരിക്കുന്നത്. ആധികാരികമല്ലാത്തത് കൊണ്ട്, ഇതൊന്നും ആധികാരികമായിട്ടുള്ളതൊന്നും അല്ല ഈ ഉണ്ടായിരിക്കുന്ന നമ്മൾ ഈ കാട്ടിക്കൂട്ടുന്നതൊന്നും. മർക്കടക്കൂട്ടത്തിന്റെ മട്ടിൽ എന്തു പറ്റിയെന്ന്? സംഭോഗവും കുടുംബ സംവിധാനവും മാത്രമാണുള്ളത്. അതിലെന്താണുള്ളത്? സംഭോഗമുണ്ട്, കുടുംബ സംവിധാനമുണ്ട്. ഓരോ കുടുംബങ്ങൾക്ക് ഞാൻ ഇന്ന മതം, ഇന്ന ജാതി എന്നതും അതിന് സംഭോഗമുണ്ട്. കല്യാണം കഴിക്കുന്നത് ഇന്ന തമ്മിലേ പറ്റുള്ളൂ, ഇന്ന കുലം പറ്റില്ല, മറ്റേ കുലം പറ്റില്ല, ഈ കുലം പറ്റില്ല. ഇങ്ങനെ ജനങ്ങൾ എന്തായി മാറി? പലതായിട്ട് വിഘടിച്ചു. ഇനി 31 അവിടെ അതിർവരമ്പിലില്ലാതെ തന്നിഷ്ടത്തോടുകൂടി പുളച്ചു നടന്നിട്ട് അങ്ങനെ പല കുലങ്ങളായി മാറിയതിൻ്റെ ശേഷം തന്നിഷ്ടം പ്രകാരം പുളച്ചു നടക്കും. നമ്മൾ മറ്റേ കുലം, നീ താണകുലം, മറ്റേത് കുലം എന്നെല്ലാം പറഞ്ഞ് പുളച്ചു നടന്നിട്ട്
തമ്മിൽ തമ്മിൽ നോക്കി ഇളിച്ചുകൊണ്ടിരിക്കുകയും, എന്നിട്ട് തമ്മിൽ തമ്മിൽ നോക്കിയിട്ട് ഇളിച്ചുകൊണ്ടിരിക്കുകയും മറ്റുമായ കെട്ട പ്രവൃത്തിയാൽ ജീവിതാവസാനം വരെ തന്നെ തന്നെ മറന്നു കഴിയുകയാണ്. എന്നിട്ട് ഇങ്ങനെ കുലങ്ങളായിട്ട് പരസ്പരം മുഖത്തോട് ചെളി ഇടിച്ചുകൊണ്ട് കാണിച്ചുകൊണ്ട് കെട്ട പ്രവൃത്തികളുമായിട്ട് മരിക്കുന്നത് വരെ അങ്ങനെ ജീവിതം കഴിച്ചു കൂട്ടുകയാണ്. ചിലപ്പോൾ വൃക്ഷങ്ങളിലെ കുരങ്ങനെ പോലെ ഗൃഹത്തിൽ രമിച്ചു കളയും. ചിലപ്പോഴും വൃക്ഷത്തിലെ കുരങ്ങനെ പോലെ വീട്ടിൻ്റെ അകത്ത് രമിച്ചു കഴിയും. മക്കളോടും ഭാര്യയോടും സ്നേഹഭാവം കൊണ്ട് മൈഥുന്യ മഹോത്സവം ആഘോഷിച്ച് ജീവിക്കുന്നു. മൈഥുന്യ മഹോത്സവം ആഘോഷിച്ചിട്ട് ഭാര്യയും മക്കളുമായിട്ട് ജീവിക്കുന്നു. ഇതെല്ലാം തെറ്റാണെന്നാണ് ആര് പറയുന്നത്? വേദങ്ങള് ഇതിലെ ഭാഗവതം പറയുന്നത്. എല്ലാം കളഞ്ഞു കെട്ടിപ്പോണം. ഞാനിത് പറയുമ്പോൾ ആത്മീയതയിലേക്ക് തിരിയുന്നുണ്ടെങ്കിൽ കളഞ്ഞു കെട്ടിപ്പോണം. അല്ലെങ്കിൽ നമ്മളെ സൃഷ്ടിച്ചിരിക്കുന്നത് ഈ ജീവിതമെല്ലാം അനുഭവിക്കാൻ തന്നെയാണ്. അതിൽ നിന്ന് നമുക്ക് മോശമൊന്നുമില്ല. നമ്മളിതെല്ലാം കാട്ടിക്കൂട്ടിയിട്ട് ജീവിച്ചങ്ങ് പോവുക, അത്രയേ ഉള്ളൂ. അല്ലാതെ അതിൻ്റെ അടുത്ത് കയറിയിട്ട് ഞാൻ മറ്റേ ആത്മീയവാദിയാണ്, ഞാൻ ആത്മീയവാദത്തിലൂടെ പോവുകയാണ്, ഞാൻ ബ്രഹ്മസാക്ഷാത്കാരത്തിന് പോവുകയാണെന്നൊന്നും പറഞ്ഞേക്കരുത്. അതൊന്നും നടക്കുന്ന കാര്യമല്ല. എന്നിട്ട് ഈ വിധം 33 ഈ വിധം സംസാര ജീവിതത്തിലെ സുഖദുഃഖങ്ങളിൽ കുടുങ്ങിയവർ മൃത്യുവാകുന്ന ആനയെ കണ്ട്, അങ്ങനെ സുഖദുഃഖങ്ങളും എല്ലാം അനുഭവിച്ച് അങ്ങനെ ഇരിക്കുമ്പോഴായിരിക്കും മൃത്യു എന്ന ആന വരിക. പേടിച്ചു. പർവ്വതഗർത്തത്തിന് തുല്യമായ രോഗാദി അന്ധകാരത്തിൽ പെടുന്നു. അപ്പോഴേക്ക് മൃത്യുവായ ആന വരും. ആനയെ പോലെയാണ് മൃത്യു വരിക. അപ്പോഴേക്ക് പർവ്വതത്തിന്റെ ഗർത്തങ്ങൾ ഉണ്ടല്ലോ, അതേമാതിരിയുടെ ഗർത്തമാകുന്ന രോഗാദി അന്ധകാരത്തിലേക്ക് വീഴുന്നു. 34 ചിലപ്പോൾ തണുപ്പും കാറ്റും മറ്റുമായ കാരണങ്ങളാൽ ഉണ്ടാകുന്ന രോഗാദികളിൽ അകപ്പെട്ട് ദുരന്ത വിഷയ ചിന്തയാൽ ജീവിതം കഴിക്കുന്നു. ചിലവര് രോഗമെല്ലാം പിടിച്ചിട്ട് ആദ്യം മുതലേ അവസാനം വരെ രോഗം പിടിച്ച് കഷ്ടപ്പെട്ടിട്ട് ദുരന്ത ചിന്തയായിട്ട് അങ്ങനെ കഴിയുന്നു. ചിലപ്പോൾ ധനലോലുപത്വം കൊണ്ട് അന്യോന്യം വ്യവഹരിച്ച് അല്പസ്വല്പം വല്ല ദ്രവ്യവും കയ്യിൽ വരാം. ചിലപ്പോൾ പണത്തിന് വേണ്ടിയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം വ്യവഹാരം നടത്തി മത്സരിച്ചിട്ട് കുറച്ച് കയ്യെടുത്താണ് ദ്രവ്യമെല്ലാം കയ്യിൽ വന്നെന്ന് വരാം. 36 ചിലപ്പോൾ ധനം നഷ്ടപ്പെട്ട് കിടപ്പാടവും ഇരിപ്പാടും ഭക്ഷണം മുതലാവി ഇല്ലാതെ ചിലപ്പോൾ ആ പണവും അങ്ങ് പോവും, വന്ന വരി അങ്ങ് പോവും. പിന്നെ എന്തില്ല, കിടപ്പാടവും ഇല്ല, ഇരിപ്പാടവും ഇല്ല, ഭക്ഷണവും ഇല്ല, മുതലാവി ഇല്ലാതെ ഏത് നേരത്തും കയ്യിൽ കിട്ടാത്ത മനോരഥവുമായി, എന്നാലും മനോരഥമാകില്ല, എങ്ങനെയെങ്കിലും ഒന്ന് ജീവിക്കണം എന്നുള്ള മനോരഥത്തോടുകൂടി അതാതിടത്ത് ആളുകളിൽ നിന്ന് ഓരോ ആളെല്ലാം പോയി സമീപിക്കും രക്ഷപ്പെടാൻ വേണ്ടിയിട്ട്. എന്തെല്ലാം തരത്തിൽ ചിലപ്പം കൈ നീട്ടുകയും ചെയ്യും. പൈസക്ക് വേണ്ടിയിട്ട് കടം ചോദിക്കും, ബാങ്കിൽ പോകും, എന്തെങ്കിലും ലോണ് കിട്ടുമോ നോക്കും, പല ആൾക്കാരെയും പിടിച്ചിട്ട് അടുത്ത ബിസിനസ് നടത്താൻ. ഇതിനെല്ലാം വല്ലവരുടെയും അടുത്ത് പോയി അപമാനാദികളെ അനുഭവിക്കുന്നു. എന്നിട്ട് അപമാനിതനായിട്ട് അങ്ങനെ ജീവിതം കഴിക്കുകയാണ്. ചിലപ്പോൾ 37 ധന ഇടപാടുകളിലൂടെ വിദ്വേഷം ഉൾക്കൊണ്ട് പൂർവ്വ സംസ്കാരവശാൽ വിവാഹിതനെങ്കിലും പിന്നെ ഒഴിഞ്ഞുമാറും. ചിലപ്പോൾ ധനമിടപാടുകളുടെ വിദ്വേഷം ഉണ്ടായിട്ട് പൂർവ്വ സംസ്കാരം മൂലം ചിലപ്പോൾ കല്യാണമെല്ലാം കഴിച്ചിട്ടുണ്ടാവും. പിന്നെ ധന ഇടപാടുകളെ പറ്റി ഇത് ശ്രീധനാണോ എന്നൊന്നും അറിയില്ല, എന്തോ ഇടപാടുകളിലൂടെ വിദ്വേഷം വന്നിട്ട് പിന്നെ എന്തായി അതിൽ നിന്നെല്ലാം ഒഴിഞ്ഞു മാറും. ഇനി 38 ഇത്തരം സംസാര ദുഃഖങ്ങളിൽ അകപ്പെട്ട് യാതൊരാൾ കൊടും വിപത്തിൽപ്പെട്ട് മരിച്ചു പോകുന്നുവോ, ഇങ്ങനത്തെ സംസാര ദുഃഖത്തിലെല്ലാം അകപ്പെട്ടത് ആരെങ്കിലും മരിച്ചു പോകുന്നു വെച്ചോ, അപ്പോൾ അവന്റെ കൂടെയുള്ള കൂട്ടുകാരൻ എന്താ ചെയ്യുക, അവനെ വിട്ടിട്ട് മറ്റവൻ അപ്പോഴപ്പോൾ ഉണ്ടാവുന്നതിനെ കൂടെ കൂട്ടി
അവനെ അങ്ങ് കളയും, മരിച്ചുപോയി അവനെ അങ്ങ് കളഞ്ഞിട്ട് പിന്നെ അവൻ വേറെ തന്നെ കൂട്ടുകൂടും. അപ്പം കിട്ടുന്ന ഓരോ ആൾക്കുമായിട്ട് കൂട്ടുകൂടിയിട്ട് ദുഃഖിച്ചും മോഹിച്ചും ഭയന്നും വാദിച്ചും ഉറവുകൾ കൂട്ടിയും ആഹ്ലാദിച്ചും പാട്ടുപാടിയും എല്ലാം മരണം വരെ അങ്ങനെ കഴിച്ചുകൂടും. പിന്നെ അവസാനം അവനും മരിക്കും. ഈ മനുഷ്യ സമൂഹമാകുന്ന വാണിക് സമൂഹം, അതായത് കച്ചവട സംഘം, മനുഷ്യ സമൂഹമാകുന്ന വാണിക് സംഘം, നമ്മളെല്ലാം കച്ചവടക്കാരാണെന്ന് പറയാറ്. പണം ആരുടെ പണം അടിച്ച് കച്ചവടം എന്ന് പറഞ്ഞാൽ പണം എങ്ങനെയും ഉണ്ടാക്കുക. വാണിക് സംഘം എവിടെ നിന്ന് യാത്ര തുടങ്ങിയോ, ഇവിടെ നിന്നാണ് യാത്ര തുടങ്ങിയ ബ്രഹ്മത്തിൽ നിന്ന് ആ വിഷ്ണുപാദത്തിലേക്ക് പിന്നെ തിരിച്ചു നോക്കില്ല. വന്നത് വിഷ്ണുപാദത്തിൽ നിന്നാണ്, പക്ഷെ അത് പിന്നെ തിരിച്ചു നോക്കില്ല. കാരണം 39 പറയാണ്, പ്രാണിപീഡനം ഉപേക്ഷിച്ചവനും സന്യാസവൃത്തി സ്വീകരിച്ചവനും പരമശാന്ത സ്വഭാവമുള്ളവനാണ്. അതായത് പീഡന മറ്റുള്ളവരെ ദ്രോഹിക്കാതെ സന്യാസവൃത്തി സ്വീകരിച്ചവന് പരമശാന്തതയുള്ളവനാണ്. മറ്റുള്ളവരാകട്ടെ ഈ ഭക്തിയാന തത്വത്തെ ആശ്രയിക്കുന്നില്ല. അതായത് ആ പരമതത്വത്തെ മനസ്സിലാക്കിയവന് ശാന്തത ലഭിക്കും. അല്ലാതെ ഈ ഭൗതിക ലോകത്തിന്റെ പിന്നാലെ പോകുന്നതിന് ഒരിക്കലും ശാന്തത ഇതല്ല, ഇതിലേതെങ്കിലും അല്ലാണ് ഓരോ സമയമായിട്ട് കിട്ടാൻ പോകുന്നത്. 40 ചില രാജർഷിമാർ ദിഗ്വിജയം നേടിയ യജ്ഞങ്ങൾ ചെയ്തുവെങ്കിലും, ചില രാജാക്കന്മാരെല്ലാം ദിഗ്വിജയം നേടിയിട്ട് യജ്ഞങ്ങൾ ചെയ്തവരെങ്കിലും ഈ ആത്മതത്വത്തെ സമാശ്രയിക്കുന്നില്ല. അവരൊന്നും ഈ ആത്മതത്വം സ്വീകരിക്കുന്നില്ല. പിന്നെ അവർ ഈ ഭൂമി എൻ്റേതെന്ന ആസക്തിയാൽ, പിന്നെ അവൻ രാജാവാകുമ്പോഴും അവനെ എല്ലാം നേടിയവനായിരിക്കും, പക്ഷെ എന്തായിരിക്കും അവൻ്റെ ചിന്ത? ഈ ഭൂമി എൻ്റേതാണ്. അന്യരോട് വിരോധമുണ്ടാക്കി, പിന്നെ അന്യരോട് വിരോധമുണ്ടാക്കി, പിന്നെ എൻ്റെ ഭൂമിയാണ് എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവരോടും ഏകാധിപതി പോലെ കഴിയുമ്പോൾ പിന്നെ അവൻ്റെ മരണം ഇവിടെ വെച്ച് തന്നെയായിരിക്കും. ആ പടക്കം നിർത്തത്ത് തന്നെ വെച്ച് ആയിരിക്കും. അഹങ്കാരം തന്നെ കയറുമ്പോൾ ശത്രുക്കൾ ഉണ്ടാകും. ശത്രുക്കൾ ഉണ്ടാകുമ്പോൾ പിന്നെ അവൻ്റെ മരണം ഇവിടെ വെച്ച് തന്നെയാണ്, ആ പടക്കളത്തിൽ വെച്ച് തന്നെയാണ്. ഇനി 41 പറയാണ്, പ്രാരബ്ധമാകുന്ന വള്ളിയിൽ തൂങ്ങി, പ്രാരബ്ധമാകുന്ന നമ്മുടെ ജീവിതം പ്രാരബ്ധമാണ്, അങ്ങനെയുള്ളൊരു വള്ളിയിൽ തൂങ്ങിയിട്ട് ആപത്താകുന്ന നരകത്തിൽ നിന്ന് രക്ഷപ്പെട്ടാലും, എങ്ങനെയെങ്കിലും ഈ ജീവിതത്തിൽ നിന്ന് ഒരുവിധം എങ്ങനെയെല്ലാം രക്ഷപ്പെട്ടു പോയാലും പിന്നെയും മധ്യമലോകമാകുന്ന വാണിക് സംഘത്തിലേക്ക്, ഇതേ കച്ചവട സംഘത്തിലേക്ക് നമ്മൾ എങ്ങനെയെങ്കിലും ഈ ജീവിതത്തിൽ നിന്ന് രക്ഷപ്പെട്ടു പോയാലും മരിച്ചു കഴിഞ്ഞാൽ അടുത്തത് ഇതേ വാണിക് സംഭവത്തിലേക്ക് തന്നെയാണ്. ഈ വഴിയോര കച്ചവടക്കാരന്മാരിയുള്ള കച്ചവടക്കാരുടെ സമൂഹത്തിലേക്ക് തന്നെയാണ് വന്നു ചേരുന്നത്. മുമ്പ് സ്വർഗത്തിന് മുകളിൽ പോകാൻ അവസാനം ഇവിടെ വന്നു ചേർന്നേ പറ്റുകയുള്ളൂ. ഇനി 42 ഈ ഭരത രാജർഷിയുടെ, അതായത് ഭരതന്റെ, ഈ രാജാവായ ഭരതന്റെ അസാധാരണ മാർഗത്തെ, ഗരുഡന്റെ മാർഗത്തെ ഈച്ച എന്ന പോലെ ഈ ഭരത രാജർഷി പിന്തുടർന്ന ഈ മാർഗം, അദ്ദേഹം ഉപദേശിച്ചു തന്ന ഈ മാർഗം ഗരുഡന്റെ മാർഗത്തെ ഈച്ച എന്ന പോലെ എന്ന് പറഞ്ഞാൽ ഗരുഡൻ അങ്ങ് പറക്കുകയാണ്. ഈച്ച പറക്കുന്ന എത്ര വരെ പറക്കാൻ പറ്റും? ഇത്രയും ദൂരെ പറക്കാണ്. ഗരുഡനോ ആ വ്യത്യാസമുണ്ട്. അതേപോലെ അനുഗമിക്കാൻ മറ്റൊരു രാജാവും അർഹിക്കുന്നില്ല. വേറെ ഒരു രാജാവിനും ആ ഭരതൻ എന്ന രാജർഷിയുടെ നിലയിലേക്ക് ഉയരാൻ സാധിക്കില്ല. യാതൊരുവൻ യൗവനാവസ്ഥയിൽ തന്നെ, എന്തുകൊണ്ട് അവൻ യൗവനാവസ്ഥയിൽ തന്നെ ശ്രീഹരിയുടെ പ്രേമഭക്തിയാൽ, ശ്രീഹരിയിൽ പ്രേമഭക്തി അർപ്പിച്ചുകൊണ്ട് ഭാര്യ, മക്കൾ, സുഹൃത്തുക്കൾ എന്നിവരെ മലം പോലെ ഉപേക്ഷിച്ചു.
ഇപ്പം ബ്രഹ്മസാക്ഷാത്കാരത്തിന് പോകണ്ടെങ്കിൽ ഭാര്യയും മക്കളെയും സുഹൃത്തുക്കളെയെല്ലാം മലം കണക്കെ കണ്ടിട്ട് ഉപേക്ഷിക്കണം. ഇതാണ് ബ്രഹ്മസാക്ഷാത്കാരം. ജീവിതത്തിൻ്റെ ലക്ഷ്യം ബ്രഹ്മ സാക്ഷാത്കാരം. 44. യാതൊരു മഹാരാജാവ് ഒഴിച്ചുവിടാൻ പ്രയാസമായ ഭൂമി ഒഴിവാക്കാൻ പറ്റാതെ, പല മഹാരാജാക്കന്മാർക്കും ഒഴിച്ചുവിടാൻ പറ്റാത്തതാണ് എന്ത്? ഭൂമി ഒഴിവാക്കാൻ പറ്റില്ല. പുത്രൻ, സ്വജനങ്ങള്, സമ്പത്ത്, ഭാര്യയെയും പിന്നെ ദേവന്മാർ ആരാധിക്കുന്ന ലക്ഷ്മി ദേവിയെയും. ഇദ്ദേഹം എന്ത് ചെയ്തു? ഇദ്ദേഹത്തിന് ലക്ഷ്മി ദേവിയെയും വേണ്ട. നമ്മളെല്ലാം ആരാധിക്കുന്നതിന് വിഷ്ണുവിനെ കാട്ടി ആരാധിക്കുക ലക്ഷ്മി ദേവിയാണ്. കാരണം ധനം കൈമൽ കിടക്കുകയല്ല. വിഷ്ണുവിൻ്റെ കൈമൽ അത്ര വലിയ അല്ലെങ്കിൽ ഭണ്ഡാരം ലക്ഷ്മി ദേവിൻ്റെ കൈമലാണ്. പക്ഷേ ഇദ്ദേഹത്തിന് അതും ആഗ്രഹിച്ചില്ല. ലക്ഷ്മി ദേവിയും വേണ്ട അദ്ദേഹത്തിന്. ശ്രീഹരിയുടെ പാതാരബിന്ദത്തിൽ ചിത്തം ചേർത്ത് ഭക്തര എന്നിട്ട് നിത്യമുക്തി പോലും അദ്ദേഹം എന്താണ് നിസ്സാരമായിട്ട് കരുതി. അദ്ദേഹത്തിന് മുക്തി ലഭിക്കുന്ന കാര്യത്തിൽ പോലും അദ്ദേഹത്തിന് താല്പര്യമില്ല. അദ്ദേഹത്തെ ചിന്ത ശ്രീഹരിയിലത്തെ പോയി അങ്ങ് ലയിക്കുക. 45 യജ്ഞസ്വരൂപൻ, എല്ലാ യജ്ഞങ്ങളുടെയും സ്വരൂപൻ, എല്ലാ ധാർമ്മിക യജ്ഞങ്ങളിലെയും ധാർമ്മിക കർമ്മങ്ങളുടെ ഫലം നൽകുന്നവൻ, അവയുടെ അനുഷ്ഠാനത്തിൽ നിപുണൻ, സ്നാനമാകുന്ന അഷ്ടാംഗ യോഗത്തോടുകൂടി ജീവരാശിക്ക് ആശ്രയഭൂതനായ ശ്രീഹരിക്കായിട്ട് നമസ്കാരം എന്ന് യാതൊരാൾ സ്മരിക്കുന്നുവോ ഉച്ചരിക്കുന്നുവോ അദ്ദേഹത്തിന് എന്ത് ലഭിക്കും? ബ്രഹ്മസാക്ഷാത്കാരം ആ നിലയിലേക്ക് ഉയരും. ആ ശ്രീഹരിയുടെ, അതായത് എല്ലാ യജ്ഞങ്ങളും, ഇവിടെ നടക്കുന്ന എല്ലാ യജ്ഞങ്ങളെയും ആവിഷ്കരിച്ച് ഈ കഴിയുന്ന മായയിൽപ്പെട്ട് കളിക്കുന്ന, നമ്മൾ ഈ കളിക്കുന്ന കളിയെല്ലാം ആവിഷ്കരിച്ച ആരാണ്? ആ ശ്രീഹരിയാണ്. അതിൻ്റെ ഫലം എന്തെങ്കിലും നൽകാൻ ഉദ്ദേശിച്ചിട്ടുണ്ട്, തരുന്നതും അതാണ്. അതിൻ്റെ അനുഷ്ഠാനങ്ങളെല്ലാം അനുഷ്ഠിക്കുന്നതിൻ്റെ പിന്നിലുള്ള നിപുണനായിരിക്കുന്നവൻ, എല്ലാ ജ്ഞാനങ്ങളുടെയും അഷ്ടാംഗ യോഗങ്ങളുടെയും അധിപതി, ജീവരാശിക്കെല്ലാം ആശ്രയമായിരിക്കുന്ന ശ്രീഹരിക്ക് നമസ്കാരം എന്ന് യാതൊരാൾ മരിക്കുമ്പോൾ ഉച്ചരിക്കുന്നുവോ അദ്ദേഹത്തിന്, അങ്ങനെ മരിക്കുന്ന സമയം ആരെങ്കിലും ഉച്ചരിക്കുകയാണ്, അദ്ദേഹത്തിന് എന്ത് പറ്റും? ആ മോക്ഷം ലഭിക്കും. അല്ലെങ്കിൽ അടുത്ത ജന്മത്തിലെങ്കിലും സുഖമായിട്ട് നല്ലൊരു മനസ്സോടുകൂടി ജനിക്കാം. 46 പറയാണ്, ഭക്തജനങ്ങളാൽ സമരാധിതനായി വിശുദ്ധ കർമ്മങ്ങളോടുകൂടിയ രാജർഷി ഭരതന്റെ, അപ്പം ഭരതനാരാണ്? ഭക്തജനങ്ങളാണ് സമാരാധിക്കുന്ന വിശ്വകർമ്മങ്ങളോട്, വിശ്വത്തിൻ്റെ ആ ഒരു കർമ്മവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ച രാജർഷി ഭരതന്റെ ക്ഷേമകരവും ആയുഷ്കരവും ധനസമൃദ്ധിപ്രദവും യശസ്കരവും സ്വർഗത്തിലും മുക്തിക്കും പ്രയോജനകരവുമായ ഈ പാവന ചരിത്രത്തെ, അതായത് മോക്ഷം ലഭിക്കും, ക്ഷേമം ലഭിക്കും, സ്വർഗപ്രാപ്തി ലഭിക്കും, സ്വർഗത്തിനപ്പുറമുള്ള മുക്തിയെല്ലാം ലഭിക്കുന്ന ഈ ഇദ്ദേഹത്തിൻ്റെ കഥ, പരിപാലമായ ഈ ചരിത്രത്തെ യാതൊരാ ശ്രദ്ധയോടുകൂടി കേൾക്കുകയും പറയുകയും അഭിനന്ദിക്കുകയും ചെയ്യുന്നുവോ അവർ എല്ലാ അഭിഷ്ടങ്ങളെയും ആത്മാവിൽ നിന്നും പ്രാപിക്കും. ആരെങ്കിലും അത് അതേപോലെ പാരായണം ചെയ്ത് ആ ഒരു മനസ്സിൽ ഉൾക്കൊണ്ടുകൊണ്ട് അത് പാരായണം ചെയ്യുകയും കേൾപ്പിക്കുകയെല്ലാം ചെയ്തു കഴിഞ്ഞാൽ അവരുടെ എല്ലാ അഭിലാഷങ്ങളും ആത്മാവിൽ നിന്ന് കിട്ടും. അല്ല ശരീരത്തിൽ നിന്ന് കിട്ടുന്നുള്ളത് ഇരിക്കണ്ട. മറ്റൊരാളിൽ നിന്നും അവരാന്നും അപേക്ഷിക്കുകയുമില്ല. അവർ പിന്നെ മറ്റുള്ളവരിൽ നിന്നൊന്നും അപേക്ഷിക്കില്ല. അവർക്കൊന്നും വേണ്ട. അവർക്ക് എന്തേ വേണ്ടോ? ആത്മാവിൽ നിന്ന് കിട്ടുന്ന ആശാന്തി.